ರಥത്തിൽ ಇರಿഞ്ഞ ದೇವಿ ನಮಗೆ ಸರ್ವ ಸೌಭಾಗ್ಯಪ್ರದಾಯಿನಿ ಅನ್ನಿಟ್ಟು ಅರ್ಥ. ಸಂತಾನ ಇല്ലാത്തവರಿಗೆ സന്താന ഭാഗ്യം കൊടുക്കുന്ന സ്വരൂപിണിയായിട്ട് ആ രൂപത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീരഭദ്രസ്വാമിയെ ഒരു വിഗ്രഹം എവിടെയോ ലോകത്തിലില്ല. അത്ര ഗംഭീരമായിട്ടുള്ള രുദ്രം രൗദ്രാവതാരം എന്നിട്ട് ആ ധ്യാനത്തിൽ വരുന്ന പൂർണ്ണ സ്വരൂപമാണ്. രഥോത്സവം നോക്കണം. വർഷത്തിൽ നടക്കുന്ന രഥോത്സവം കണ്ടാൽ വർഷത്തിൻ്റെ പൂർണ്ണ ഫലം ആ ദർശനത്തിൽ കിട്ടു എന്ന് പറയുന്നു. നമസ്തേ. ലോകമെമ്പാടുമുള്ള ഭക്തരുടെ മനസ്സിൽ മഹാമംഗളകാരിണിയായി വിളങ്ങുന്ന മൂകാംബിക ദേവിയുടെ അനുഗ്രഹങ്ങളും ദേവിയുടെ പ്രധാന സവിശേഷതകളും അറിയുന്നതിനുള്ള ഒരു നിമിഷം അനുഗ്രഹിച്ച് കിട്ടിയിരിക്കുകയാണ് ജ്യോതിഷ വാർത്തയ്ക്ക്. നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് ദേവിയുടെ പ്രധാന തന്ത്രി സ്ഥാനം വഹിക്കുന്ന ശ്രീ ഡോക്ടർ രാമചന്ദ്രാടിക അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ഭക്തിപൂർവ്വം ചെവിയോർക്കാം. നമസ്തേ ദേവിനി. നമസ്കാരം. ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട, അവരുടെ ഉപാസകർക്കും ഭക്തർക്കും വിശ്വാസികൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ധാമമാണ് മൂകാംബിക. അപ്പോൾ ദേവിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരും ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവരും ഒരുപാട് പേരുണ്ടാവും. അവരിലേക്കൊക്കെ ഭഗവതിയുടെ തന്ത്രിസ്ഥാനം അല്ലെങ്കിൽ അർച്ചക സ്ഥാനമുള്ള അങ്ങക്ക് ഭഗവതി എന്താണ് എന്ന് പറയാനുള്ള ഒരു അങ്ങനെയുള്ള ഒരു ആശയം, ദേവിയുടെ യഥാർത്ഥ സത്വം എന്താണ് എനിക്ക് പറയാനുള്ളത്? യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ಎಲ್ಲ ಮೂಕಾಂಬಿಕ ಭಕ್ತರಿಗೂ ഈ ജ്യോതിഷ ഈ ദർശനത്തിൻ്റെ ഒരു എല്ലാ വീക്ഷകർക്കും മൂകാംബിക തന്ത്രിയുടെ നമസ്കാരം. നിങ്ങൾ ചോദിച്ച പോലെ അമ്മയെ യഥാർത്ഥത്തിൽ എന്താന്നിട്ട് അറിയുന്ന ഒരു ശ്രമിക്കുക. എന്താന്നാൽ ഈ ജീവിതം എന്നാൽ അറിയുന്നത് എന്നാൽ ജ്ഞാനം എന്നിട്ട് അർത്ഥം. മനുഷ്യനിക്ക് മാത്രം ആ ജ്ഞാനം എടുക്കുന്ന ഒരു ശക്തി ഭഗവാൻ കൊടുത്തതാണ്. അതിനെ മനുഷ്യ ശ്രേഷ്ഠാണ്. അങ്ങനെ ഈ ഭൂമണ്ഡലത്തിൽ 51 ശക്തിപീഠങ്ങളുണ്ട്. അങ്ങനെ ഈ അഖണ്ഡ ഭാരതത്തിൽ 12 ജ്യോതിർലിംഗങ്ങളുണ്ട്. മൂകാംബിക പ്രത്യേകത എന്താന്നാൽ 51 ശക്തിപീഠത്തിൽ 18 മുഖ്യ ശക്തിപീഠം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്ഥലപുരാണം. 18 മുഖ്യ ശക്തിപീഠേ ശ്വേകതമേ എന്നാൽ 18 ശക്തിപീഠത്തിൽ മുഖ്യമായ ശക്തിപീഠം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ 12 ജ്യോതിർലിംഗത്തിൽ 12 വിശിഷ്ടമായിട്ടുള്ള ലിംഗങ്ങളാണ്. അതിൽ സൗരാഷ്ട്ര സോമനാഥം എന്നിട്ട് വരുമല്ലോ. അങ്ങനെ ആ ജ്യോതിർലിംഗത്തിൽ മൂകാംബിക ലിംഗം തന്നെ ഒരു ജ്യോതിർലിംഗം. ആ ജ്യോതിർലിംഗത്തിൽ വൈശിഷ്ട്യം എന്നാൽ ഇത് മിഥുനലിംഗമാണ്. ശിവേന സഹ ശക്തിയും ശിവനു കൂട്ടിയുള്ള ഒരു അത്ഭുതമായ ജ്യോതിർലിംഗം. അത് വിശ്വത്തിൽ എവിടെയോ കാണപ്പെടുന്നില്ല. വിശ്വമല്ല, 3 ലോകത്തിൽ എന്ന് പറയുന്നതാണ്. മിഥുനലിംഗ ഈ സുവർണ രേഖാങ്കിതം ലിംഗം നാസ്തി ജഗത്രയെ എന്നിട്ട് ജഗത്രയത്തിൽ കാണാത്ത ഒരു അപൂർവമായിട്ടുള്ള മിഥുന ജ്യോതിർലിംഗ മൂകാംബിക ക്ഷേത്രത്തിൽ ഉള്ള ആ ഉദ്ഭവലിംഗാണ്. അത് ശക്തിയ ഒരു ഭാഗമായിട്ട് ഭൂമിയിൽ സ്വയമായിട്ട് ഉദ്ഭവിച്ച മൂകാസുരനെ വധിച്ചിട്ട് മൂകാംബിക ആയിട്ട് ആ ലിംഗത്തിൽ ഐക്യമാവുമ്പോൾ സുവർണ രേഖയായിട്ട് മധ്യത്തിൽ മൂടി വന്ന് സുവർണ രേഖയുള്ള ഒരു ജ്യോതിർലിംഗ എന്നാൽ മൂകാംബിക ക്ഷേത്രത്തിലുള്ള ആ സ്വയംഭുവാണ്. സ്വയം ഉദ്ഭവലിംഗം. ആ ലിംഗത്തിൽ ഇടത്തി ഭാഗ കൂടലത്തിലുണ്ട്. അതിനെ അത് ശക്തി പ്രാധാന്യ ക്ഷേത്ര എന്നിട്ട് പറയുന്നതാണ്.
ശിവഭാഗ കുറച്ച് കുറവായിട്ട് മധ്യത്തിൽ സുവർണരേഖയാണ്. നമ്മൾ ഈ ചണ്ഡികാ സപ്തശതിയിൽ സർവദേവ ശരീരേഭ്യോ യാവിർഭൂത മിതപ്രഭ ത്രിഗുണാസ മഹാലക്ഷ്മി സാക്ഷാൻ ಮಹಿಷಮರ್ದಿನಿ എന്നിട്ട് ಅದು ಶ್ಲೋಕ ಮಂತ್ರ വരും. എല്ലാ ദേവതകളെ ശരീരത്തിൽ ഉത്പത്തിയായ തേജോമയമായിട്ടുള്ളവർ ശക്തിയ സമൂഹം അമ്മയ ഭാവമായിട്ട് അത് 3 ഭാവത്തിൽ കാളി ലക്ഷ്മി സരസ്വതി ത്രിഗുണാസ 3 ഗുണങ്ങളും ഉള്ള ആ ഒരു ശക്തി ഒന്നിച്ച് മഹാലക്ഷ്മി യഥാർത്ഥത്തിൽ ലക്ഷ്മി എന്ന് പറയുന്ന സാന്നിധ്യമാണ്. ലക്ഷ്മി എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ്ണുപത്നി എന്നിട്ട് ധാരണ ചെയ്യുന്ന വിഷയമല്ല. വേദത്തിൽ പറയുന്ന ലക്ഷ്മി എന്നാൽ മോക്ഷ എന്നിട്ട് അർത്ഥം. അങ്ങനെ മൂകാസുരനെ വധിച്ചിട്ട് മൂകാസുരനിക്ക് മോക്ഷം കൊടുത്ത ദേവിയായിട്ട് ലക്ഷ്മിയാണ് അവിടെ ആ ഭാവം. കോലാപുര മഹാലക്ഷ്മി എന്ന് പറയുന്ന ദിവ്യക്ഷേത്ര. അതിൽ 33 കോടി ദേവതാ ശക്തി സ്വരൂപിണിയായിട്ട് ലിംഗത്തിൽ ശിവശക്തിയായിട്ട് ശ്രീമൻ മഹേഷ മഹിഷി എന്ന് പറയുന്നത് നമ്മൾ കൽപ്പോക്തത്തിൽ. മഹേഷ എന്നാൽ ഈശ്വര, മഹിഷി എന്നാൽ ഈശ്വരി എന്നാൽ ദേവി എന്നിട്ട് തന്നെ അർത്ഥം. അങ്ങനെയുള്ളവർ അത്ഭുതമായിട്ടുള്ള പൂർവ പശ്ചിമമായിട്ട് സുവർണരേഖയുള്ള ഒരു ജ്യോതിർലിംഗം നഭൂതോ ന ഭവിഷ്യത്തി. ഇനി ഭവിഷ്യത്തിൽ ഉദ്ഭവിച്ചില്ല, ഇതുവരെ ഉദ്ഭവിച്ചത് കൊല്ലൂരിൽ മാത്രം എന്ന് പറയുന്ന ഒരു അപൂർവമായിട്ടുള്ള ദിവ്യ ജ്യോതിർലിംഗ സാന്നിധ്യ മൂകാംബിക ക്ഷേത്ര. അങ്ങനെ പണ്ട് മഹാരണ്യപുരമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ കാട്ടിലുള്ള ഈ ജ്യോതിർലിംഗവ കണ്ട ആ കോലം എന്നിട്ടുള്ള മഹർഷി ആ കാട്ടിൽ പർണകുട്ടീരം ചെയ്ത് തപസ് ചെയ്ത് ആ ഭഗവാൻ ശ്രീ ശിവനെ കൊണ്ട് തപസ് ചെയ്ത് ശിവന അനുഗ്രഹം എടുത്ത് ശിവന് കൊടുത്ത പേര് കോലാപുരം എന്നിട്ടാണ്. മഹാരണ്യപുരം കോലാപുരമായിട്ട് പരിവർത്തിതമായി. പിന്നെ ഈ ദക്ഷിണ ഭാഗം അല്ല പറയുന്നത് കർമ്മഭൂമിയായി എന്ന് പറയുന്ന ഭൂഭാഗമാണ് പരശുരാമ ക്ഷേത്ര ദക്ഷിണ ഭാഗം. ഈ കോലമഹർഷികളെ തപസ്സിന്റെ ഫലമായിട്ട് ഈശ്വരന് വരം അനുഗ്രഹിച്ചു, ഇതിനി പുണ്യഭൂമി എന്നിട്ട്. ഇവിടെ ചെയ്ത യാഗങ്ങളോ ഇല്ല അനുഷ്ഠാനങ്ങളോ തപസ്സോ ഇല്ല സാധനയ്ക്ക് വന്ന വ്യക്തികളിക്ക് കിട്ടുന്ന ഫലം അതിശയമായിട്ടുള്ള ഫലം എന്നിട്ട് ഈശ്വരന വരമാണ്. അതിനെ അത് സിദ്ധിക്ഷേത്രവും സിദ്ധിക്ഷേത്ര എന്ന് പറയുന്ന ക്ഷേത്ര സാധകരിക്ക് ജ്യോതിഷരിക്ക് പിന്നെ ഗായകരിക്ക് അതെല്ലാം ഒരു സിദ്ധി എടുക്കുന്ന ഒരു ക്ഷേത്രമായിട്ടുള്ള കോലാപുര മഹാലക്ഷ്മി ക്ഷേത്രം പിന്നെ പരിവർത്തനമായിട്ട് കൗളപുരമായിട്ട് പിന്നെ ഇപ്പോൾ കൊല്ലൂർ മൂകാംബിക എന്ന് പറയുന്ന ക്ഷേത്ര. മൂകാംബിക എന്ന് വന്നത് കമ്മാസുരനെ തപസ്സിൽ ഏത് പുരുഷമാരനെ എനിക്ക് മരണം മരണ വരാത്തവർ വരം കേട്ടാണ് ഋഷ്യമുഖ പർവ്വതത്തിൽ തപസ്സിൽ എറിഞ്ഞു. ഇനി ശിവന് പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കുന്ന സമയത്തിൽ ദേവി വാഗ്ദേവിയായിട്ടുള്ള ദേവി അവന് വാഗ് ദിഗ്ബന്ധനം ചെയ്തു. അപ്പോൾ അവന് മൂക്കനായി. അപ്പോൾ അവന് വിശ്വം മുഴുവൻ കണ്ടകനായിട്ടുള്ള ഒരു യുദ്ധ പ്രക്രിയയിൽ തുടങ്ങുമ്പോൾ ദേവി അവന് സംഹാരം ചെയ്യുന്ന സമയം വരുമ്പോൾ അവനിക്ക് തിരിച്ച് അവനിക്ക് എന്തെങ്കിലും അവനിക്ക് കേൾക്കാനുണ്ടെങ്കിൽ കേൾക്കണമെന്ന് അവനിക്ക് തിരിച്ച് വാക്ക് കൊടുത്തു. അപ്പോൾ അവന് മോക്ഷം കേട്ടു അമ്മയടുത്ത്. അതിനെ ആ കമ്ഹാസുരനിക്ക് വാക്ക് ദിഗ്ബന്ധനം ചെയ്ത് തിരിച്ച് വാക്ക് കൊടുത്ത ദേവിക്ക് വാഗ്ദേവി മൂകാംബിക എന്ന് പേര് വന്നതാണ്. അങ്ങനെ കോലാപുരെ മഹാലക്ഷ്മി സദാസ്ഥിത എന്ന് പറയുന്നത് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പുരാണത്തിൽ വരുന്ന ഒരു വാക്കാണ്. അങ്ങനെ കോലാപുര മഹാലക്ഷ്മി എന്നാൽ മൂകാംബിക. പിന്നെ കറവീരപുര മഹാലക്ഷ്മി എന്നാൽ മഹാരാഷ്ട്രത്തിലുള്ള ഇപ്പോൾ കൊല്ലാപുരം എന്ന് പറയുന്ന മഹാലക്ഷ്മി. അത് കറവീരപുരം, അവിടെ കൊല്ലനെ സംഹാരം ചെയ്ത് മഹാലക്ഷ്മിയാണ്. ഇവിടെ മൂകാസുരനെ സംഹാരം ചെയ്ത ദേവി കോലാപുര മഹാലക്ഷ്മിയാണ്. അങ്ങനെ പുരാണത്തിൽ വരുന്ന കോലാപുര മഹാലക്ഷ്മി ഇത് തന്നെയാണ്. അങ്ങനെ മൂകാംബിക
ഇപ്പോൾ കൊല്ലൂರು മൂകാംബിക എന്ന് പ്രസിദ്ധിയായത്. പുണ്യക്ഷേത്രം. ജ്യോതിർലിംഗത്തിൽ 12 ജ്യോതിർലിംഗത്തിൽ ഒരു ജ്യോതിർലിംഗം, അഷ്ടാദശ മുഖ്യ ശക്തിപീഠത്തിൽ ഒരു ശക്തിപീഠം അല്ലാണ്ട് അത് ഗോകർണ മണ്ഡല വ്യാപ്തിയിൽ വരുന്ന പ്രദേശം. അതിൽ 7 മോക്ഷദായക ക്ഷേത്രങ്ങളുണ്ട് ഗോകർണ മുതൽ. അതിൽ ഇത് അന്തിമ ക്ഷേത്രം കൂടെ. പിതൃക്കളിക്ക് മോക്ഷം കൊടുക്കുന്ന ഒരു ദിവ്യ ക്ഷേത്രമായിട്ടും ഈ 3 കാളി ലക്ഷ്മി സരസ്വതി എന്ന് പറയുന്ന 3 ഗുണങ്ങളും അങ്ങനെ ജ്യോതിർലിംഗമായിട്ടും ശക്തിപീഠമായിട്ടും മോക്ഷപീഠമായിട്ടും ഉള്ള ദിവ്യ ശക്തി കേന്ദ്രമാണ് മൂകാംബിക ക്ഷേത്രം. മൂകാംബിക ദേവിയുടെ ഓരോ ഭക്തരും സ്മരിക്കുന്നതിനോടൊപ്പം തന്നെ ഓരോ സാധകനും ഓരോ ഭക്തരും അതേയൊപ്പം തന്നെ മനസ്സിൽ സ്മരിക്കുന്ന മറ്റൊരു രൂപമാണ് ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ചിട്ടുള്ളത്. ശങ്കരാചാര്യ സ്വാമികൾക്ക് അങ്ങിപ്പോ പറഞ്ഞ പോലെ സ്വയംഭൂവായിട്ട് നിലനിന്നിരുന്ന ആ മിഥുന ലിംഗത്തില് അദ്ദേഹത്തിന്റെ സാധന കൊണ്ടും അദ്ദേഹത്തിന്റെ തപോശക്തി കൊണ്ടും അദ്ദേഹം വരുത്തിയ ചിട്ടകള്, അതിന്റെ പ്രാധാന്യങ്ങള്, അതിൽ ഇന്നും നിലനിന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രത്തില് നിത്യനൈരന്തര കാര്യങ്ങളില് ഇന്നും നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് വിധാനങ്ങൾ ഉണ്ടാവില്ല. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ശങ്കരർ എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിൽ ഒരു തേജസ് ഉത്പത്തിയാവും. അങ്ങനത്തെ ഉള്ള ഒരു യുഗപുരുഷനാണ് ശങ്കർ. ശങ്കരം ലോകശങ്കരം എന്നിട്ട് വാക്കുണ്ട്. അവരെ പോലെ ഇനി ഒരു വ്യക്തി ജനിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആദിഗുരു ശങ്കരാചാര്യർ എന്ന് പറയുന്നത് അതിനെയാണ്. ആ ഭഗവത് പാദരെ അവര് ശംഭോ മൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യ രൂപ. സാക്ഷാತ್ ശംഭുവെ ഈശ്വരനെ ശങ്കരർ എന്ന പേരിൽ ജന്മിച്ച ഒരു മനുഷ്യ സ്വരൂപമാണ് ആദിശങ്കർ. അവർക്ക് അറിയാത്ത വിഷയമില്ല. അവർ അറിഞ്ഞത് നമ്മൾ എത്ര ജനിച്ചാലും അത് അറിയാൻ പറ്റുന്നില്ല. അത്ര അവർ മരണപ്പെട്ടത് 32 വയസ്സിലാണ്. നമ്മൾക്ക് ഇപ്പോൾ 32 ജന്മം ജനിച്ചാലും അവർ ചെയ്ത ആ ധർമ്മകാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ധർമ്മം ഉണ്ടെന്നാൽ അത് അവർ നമുക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റാണ്. ഇതുവരെ നമ്മളെ ജീവിതം ഈ ഹിന്ദു ധർമ്മത്തിൻ്റെ ഈ അടിസ്ഥാനം അവർ പുനരുത്ഥാനം ചെയ്ത് പോയ ഒരു ശങ്കരറാണ്. അങ്ങനെ ശങ്കരർ എന്നാൽ ശിവനെ. അത് എങ്ങനെ ഉണ്ടെന്നാൽ എനിക്ക് എൻ്റെ മനസ്സിൽ അത് ഒരു രോമാഞ്ചനമായിട്ട് വരുന്നവരൊക്കെ സാക്ഷാത്ത് ശങ്കറിനെ കാണാൻ വന്നവർ സംഭവമാണത്. ഇപ്പോൾ ഈ യുഗപുരുഷരല്ല ദേവರ അവതാരമായിട്ട് ഭഗവാന്റെ അവതാരമായിട്ട് ജന്മിക്കുന്നതാണ്. അവർ ജന്മത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാവും. അങ്ങനെ ജന്മിച്ച ശങ്കരന് ശക്തിയായിട്ടുള്ള ഭൂലോകത്തിലെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ശങ്കരിയെ നോക്കാനും എന്ന ഭാവം നമുക്ക് കാണാൻ ശങ്കരർ ഒരു തപസ്വികള്, ശങ്കരർ ഒരു സന്യാസിയായിട്ട് വന്നതന്നിട്ട്. പക്ഷെ അത് പല വിധങ്ങളിൽ ചിന്തിക്കാൻ പറ്റും. എന്താന്നാലും ആ ദേവിയ ആ ശക്തിപീഠത്തിൻ്റെ ഒരു ആ ലിംഗത്തിൻ്റെ ഒരു ഐതിഹ്യം അറിഞ്ഞിട്ട് അവർക്ക് ബോധയായിട്ട് അവർ അവിടെ വന്നതാണ്. വന്ന് അവർ ആ സാണുപ്രദേശമായിട്ടുള്ള കൊല്ലൂർ കുടച്ചാതിരിയിൽ അവർ തപസ് ചെയ്തിട്ട് തപസ് ചെയ്യുമ്പോൾ അതിശയമായിട്ടുള്ള അന്തരീക്ഷ പിന്നെ ഭൂമിക്ക് മധ്യത്തിലുള്ള ഒരു തീക്ഷ്ണമായിട്ടുള്ള പ്രകാശം കണ്ട് അവർ താഴേക്ക് വന്നു. താഴേക്ക് വരുമ്പോൾ സാണുപ്രദേശത്തിലുള്ള ആ ജ്യോതിർലിംഗം അവർ കണ്ട് അതിൻ്റെ വൈശിഷ്ട്യം അവർ അറിഞ്ഞിട്ട് അവിടെ തപസ്സിൽ അമ്മയ സ്വരൂപം കണ്ടു എന്നിട്ട് നമ്മൾ കരുണാകരണിക്ക് അങ്ങനെ ശങ്കരർ ഒരു ഐതിഹ്യമാണ് കൊല്ലൂരിൽ. അങ്ങനെ കണ്ട സ്വരൂപം ഇപ്പോൾ ലിംഗം എന്നാൽ നിരാകാരമാണ്. ആ നിരാകാരത്തിൽ നമ്മളെ പോലെ സാമാന്യ മനുഷ്യർക്ക് അവർ കാണാൻ സാധ്യമില്ലാത്ത രൂപം അവർ കണ്ടിരുന്നു. അമ്മയ സ്വരൂപം നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടി അവർ ആ ശ്രീചക്രം എഴുതിട്ട് ആ ശ്രീചക്രത്തിൽ പഞ്ചലോഹത്തിൻ്റെ വിഗ്രഹമായിട്ട് ശംഖചക്രവരദ അഭയഹസ്തെ പദ്മാസന സ്ഥിതയായിട്ടുള്ള അമ്മയെ വിഗ്രഹം പ്രതിഷ്ഠാപിച്ചു അവിടെ
പൂജാവൊക്കെ വിധിവിധാനങ്ങൾ എഴുത് നമ്മൾ കുടുംബക്കാർക്ക് ഉപദേശിച്ചിട്ട്, അല്ലെങ്കിൽ അവർ ശിഷ്യർ അവർക്ക് ഉപദേശിച്ചിട്ട് അവർ അവിടെ അമ്മയെ അനുഗ്രഹം എടുത്തിട്ട് പിന്നെ മുന്നിൽ പോയത് എന്നിട്ട് പറഞ്ഞ കഥയാണ്. അങ്ങനെ ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ നമ്മൾ ദർശനം ചെയ്യുന്നത് ശങ്കരർ കണ്ട അമ്മയ സ്വരൂപം. താഴെ സ്വയംഭൂ നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ല. പക്ഷെ ആ സ്വയംഭുവിൽ ആ ദേവിയെ കണ്ട ആ ഫലം നമുക്ക് കിട്ടുന്നത് ആ ദേവിയ ദർശനത്തിൽ, ആ ദേവിയ അമ്മയ വിഗ്രഹം ദർശനത്തിൽ. ആ വിഗ്രഹം എന്നാൽ ദേവി ആദിശങ്കർ, ദേവി ആദിശങ്കർക്ക് കൊടുത്ത ദർശന സ്വരൂപമാണ്. അങ്ങനെ ആ പഞ്ചലോഹ വിഗ്രഹം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഗ്രഹം ചെയ്യാൻ പറ്റു മനുഷ്യരിക്കാനായിട്ട്. അത്ര മനോഹര രൂപമായിട്ടുള്ള ഒരു സ്വരൂപം ഇത്. അല്ലാണ്ട് ശങ്കരരെ സ്തുതി ചെയ്തിട്ടുണ്ട്, ശങ്കരാഷ്ടകാനിട്ടുണ്ട്, മൂകാംബിക ശങ്കരാഷ്ടകാനിട്ട്. ശ്രീമത് കാഞ്ചന പത്മപീഠ നിലയാം പീതാംബരാലങ്കൃതാം ശങ്കഞ്ചക്രവരാഭയഞ്ച ദദതീം ബാലേന്ദു മൗളീം ശിവാം സിംഹസ്യോപരി സംസ്ഥിതാൻ ത്രിനയനാം മൂകാസുരധ്വംസിനീം ശ്രീകോലാപുരവാസിനീം ഭഗവതീം ധ്യായാമി മൂകാംബികാം എന്നിട്ട് ആദിശങ്കർ സ്തുതി ചെയ്ത ശങ്കരാഷ്ടകമുണ്ട്. അല്ലാണ്ട് പിന്നാടി ഉള്ള ശങ്കരപീഠത്തിൽ ശങ്കർ കുറച്ച് സമയം ധ്യാനം ചെയ്ത് ആ ദർശനത്തിൽ കണ്ട സ്വരൂപം ധ്യാനത്തിൽ അവിടെ എറിഞ്ഞിട്ട് ശങ്കരപീഠത്തിൽ പിന്നെ അവിടെ സൗന്ദര്യ ലഹരി ആദ്യമായിട്ട് സ്തുതിച്ചത് മൂകാംബികയിൽ എന്നിട്ടുള്ള ഐതിഹ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കഷായ തീർത്ഥം എന്ന് പറയുന്ന ഇപ്പോൾ നിവേദ്യം ആദിശങ്കർ തുടർന്ന് തന്നിട്ട് ഐതിഹ്യ. ആദിശങ്കർ തപസ്സിലുള്ള സമയത്തിൽ ഒരു ചെറിയ ബാലിക കുമാരിക വന്ന് അവർക്ക് കൊടുത്ത കഷായം അവർ കുടിച്ചിട്ട് പിന്നെ കണ്ണ് തുറഞ്ഞു നോക്കുമ്പോൾ ആ കുമാരിക സ്വരൂപ കണ്ടില്ല. അതിനെ ഇപ്പോഴും മൂകാംബിക കൽപ്പത്തിൽ കുമാരികാ ദേവത എന്നിട്ടേ പറയുന്നത്. ഈശ്വര ഋഷി ദേവി ഗായത്രി ചിന്ത ശ്രീ സച്ചിദാനന്ദ സ്വരൂപിണി കുമാരികാ ദേവത എന്നിട്ട്. അങ്ങനെ ആ കുമാരികാ സ്വരൂപത്തിൽ കണ്ട ആ ഭാവ പിന്നെ അമ്മയ്ക്ക് അന്നു മുതൽ ഇതുവരെ രാത്രി അത്താഴ പൂജ കഴിഞ്ഞിട്ട് കഷായ നൈവേദ്യം, കഷായ ദീപാരാധന, പിന്നെ കവാട്ട ബന്ധനം, അങ്ങനെ ഉള്ള ഒരു ആ ശങ്കരരുടെ സാന്നിധ്യ അവിടെ മണ്ണിൽ ഇതുവരെ ഇപ്പോഴും ആ ശങ്കരരുടെ ആ ചില സമയത്തിൽ ഈ വിശേഷമായിട്ടുള്ള നവരാത്രി വാർഷികോത്സവ സമയത്തിൽ ഇപ്പോഴും ശങ്കരരുടെ ഭാവ ഗർഭാലയത്തിൽ ആ രൂപം കണ്ട നിദർശനങ്ങളുണ്ട്. ഇപ്പോ ഭഗവതിയുടെ സ്വരൂപത്തിനെ കുറിച്ച് ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ചും സംസാരിച്ചു. അതിലേക്ക് എത്താനായിട്ട് ഭഗവതിയുടെ ദർശനത്തിലേക്ക് വേണ്ടി വരുന്ന ഭക്തർക്ക് സ്ഥലപുരാണങ്ങൾ വെച്ചും സ്ഥല പ്രാധാന്യങ്ങൾ വെച്ചും ഒരു വിധിയാ മണ്ണുള്ള ഒരു ദർശന വിധി ഉണ്ടാവില്ലേ? ശരിയായ ഒരു ദർശന വിധി ഉണ്ടാവും. മൂകാംബിക അമ്മയെ കുറിച്ച്, മൂകാംബിക ക്ഷേത്രത്തിലെ സംബന്ധിച്ചിടത്തോളം എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഭക്തൻ കടന്നു ചെല്ലേണ്ട വിധിയാ മണ്ണുള്ള ദർശനം? വിധി എന്നാൽ ഈ മഹാക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചില വ്രതങ്ങളെടുത്ത് പോകണമെന്നിട്ട് ശാസ്ത്രം പറയുന്നതാണ്. വ്രതം എന്നാൽ വേറെ ഒന്നുമില്ല, ചില നമ്മളെ മനസ്സിലുള്ള കാമനകൾ നമ്മൾ ത്യജിച്ചിട്ട് അത് വിട്ടിട്ട് നമ്മൾ ആ ശക്തി കേന്ദ്രത്തിൽ പോകുന്ന ഒരു മനസ്സ് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ പോകുന്നുള്ള ഒരു ചില ആഹാര വിഹാരത്തിലുള്ള ഒരു ചില നിർബന്ധങ്ങൾ നമ്മൾ ചെയ്തിട്ട് അവിടെ പോവാൻ നമ്മൾ നിർദ്ധാരം ചെയ്യണമെന്നിട്ട്. പിന്നെ ആ ക്ഷേത്രത്തിൽ പോയിട്ട് പുണ്യനദിയായിട്ടുള്ള സൗപർണിക കുടച്ചാദ്രിയിൽ 64 ദിവ്യ ഔഷധി എന്നാൽ മറിഞ്ഞ് കൂട്ടി കൊല്ലൂരിൽ വരുന്ന ആ പുണ്യതീർത്ഥത്തിൽ കുളിക്കുന്നതെന്നാൽ നമ്മൾ ആന്തരിക ശുദ്ധിക്ക് കുളിക്കുന്നതാണ്. നമ്മൾ നേരിട്ട് വന്ന് സൗപർണിക്കയിൽ പോയിട്ട് കുളിക്കുന്നതല്ല. നമ്മൾ ആദ്യം റൂമിൽ കുളിച്ചിട്ട് നമ്മൾ മനസ്സിൻ്റെ കൽമഷങ്ങൾ
ആന്തരികമായിട്ടുള്ള എല്ലാ ദോഷങ്ങൾ കളയാൻ വേണ്ടി പോയിട്ട് തീർത്ഥസ്നാനം ചെയ്യുന്നത്. തീർത്ഥസ്നാനം എന്ന് പറയുന്നത് നമ്മൾ ബാത്റൂമിൽ ചെയ്യുന്ന സ്നാനത്തിൻ്റെ പോലെ അല്ല, കുളിക്കുന്നത് പോലെ അല്ല. നമ്മൾ ശരീരശുദ്ധിയിൽ പോയിട്ട് കുളിക്കണം. അത് തീർത്ഥസ്നാനം എന്ന് പറയുന്നത് ആന്തരിക ശുദ്ധിക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ശരീരത്തിലുള്ള കഷ്മലങ്ങൾ ആ പുണ്യനദിയിൽ വിടാൻ നമ്മൾ പോയിട്ട് കുളിക്കുന്നതല്ല. അങ്ങനെ ആ ധാരണ വെച്ച് പോയിട്ട് അവിടെ ഇപ്പോൾ പല ആൾക്കാർ വസ്ത്രങ്ങൾ അവിടെ വിടുന്നത്, പിന്നെ സോപ്പ് ഷാംപൂ എല്ലാം ഇട്ട് കുളിക്കുന്നത്, അതൊന്നും പാടില്ല. അതെല്ലാം കെമിക്കൽസാണ്. അതല്ലാണ്ട് നമ്മൾ ശരീരശുദ്ധിയായിട്ട് പോയിട്ട് ആന്തരിക ശുദ്ധിക്ക് ಅಲ್ಲಿ കുളിച്ചിട്ട് ദേവിയെ കൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ വെച്ച് ദേവിയെ നാമജപം കൊണ്ട് പൂർവ ദ്വാരത്തിൽ പ്രവേശം ചെയ്ത് ആ സിംഹധ്വജ എന്താ കൊടിമറ എന്ന് പറയുന്ന ആ കൊടിമരത്തിൻ്റെ ദർശനം ചെയ്ത് അതിൻ്റെ മുന്നിൽ വിശേഷമായിട്ട് സഹസ്രാര പദ്മത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മൂകാംബിക്കയിൽ മാത്രമുള്ള ഒരു വിശേഷ ദീപസ്തംഭമുണ്ട്. ആ ദീപസ്തംഭത്തിലുള്ള ഗണപതിയെ ദർശനം ചെയ്ത് അമ്മയെ ഉള്ളിൽ പ്രവേശം ചെയ്യുന്നതാണ് വിധി. ഈ പ്രവേശം ചെയ്യുമ്പോൾ നമ്മൾ വന്ന അമ്മയെ നമ്മൾ ദർശിക്കണം. ഇനി നമ്മൾ മനസ്സിലുള്ള സങ്കല്പം പ്രധാനമായിട്ട് അമ്മയെ നമ്മൾ നോക്കണം എന്നിട്ടുള്ള ഭാവം നമുക്ക് പ്രത്യേകമായിട്ട് വേണം. നമ്മൾ അമ്മയെ കാണുന്നത് പ്രധാനമല്ല, അമ്മയെ നമ്മൾ കാണണം. ആ കാണാനുള്ള ആ ശുദ്ധിയിൽ നമ്മൾ പോയാൽ അമ്മയെ നമുക്ക് ദർശനം കൊടുക്കുവാനായിട്ട് ഉള്ള ഒരു പ്രത്യേകത മൂകാംബിക്കയിലെ. അതല്ലാണ്ട് ഈ അമ്മയെ മൂകാംബിക ഒരു അനുഗ്രഹം എങ്ങനെയെന്നാൽ യദ്ഭാവം തദ്ഭവതി, നമ്മളെ ഭാവത്തിൽ എങ്ങനെ ഉണ്ട് അത് തന്നെ കൊടുക്കുന്ന വരദായിനിയാണ്. വരദാഹം സുരഗണ വരഞ്ഞം മനസ്സേച്ഛത, മനസ്സിൽ എന്താ ഇച്ഛയുള്ളൂ അത് തന്നെ ഞാൻ കൊടുക്കാനായിട്ട് അമ്മയെ പറയുന്നതാണ്. എങ്ങനെയെന്നാൽ ഒരു കന്നടയിൽ നമ്മൾ മുഖം കണ്ടാൽ നമ്മൾ മുഖം എങ്ങനെയുണ്ട് അതേപോലെ അതിൽ കാണും. അങ്ങനെ നമ്മൾ മനസ്സ് ಎಷ್ಟು ശുദ്ധമായിട്ട് നമ്മൾ അമ്മയെ നോക്കുമോ ആ ശുദ്ധമായിട്ടുള്ള സങ്കല്പം ദേവി അനുഗ്രഹിക്കും. അതേ പറയുന്നത് വരദാഹം സുരഗണ വരഞ്ഞം മനസ്സേച്ച തമൃണുദ്ധം പ്രയച്ഛാമി ജഗതാമുപകാരകം. ഇനി ഒരു വ്യക്തിക്ക് ഉപദ്രവ ഇല്ലാത്ത ഒരു സങ്കല്പം നമ്മൾ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് അമ്മയെ അനുഗ്രഹിക്കും. ജഗതാം ഉപകാരകം പരോപകാരായ മിതം ശരീരം. പരോപകാരം അതിൻ്റെ അർത്ഥമായിട്ടേ നമുക്ക് ശരീരം ലഭിച്ചതാണ്, ഉപദ്രവം കൊടുക്കാനല്ല. അതേ ഈശ്വര പ്രീതി, ഈശ്വരനിക്ക് പ്രീതിയാവുന്ന ഒരു വിഷയം വന്നാൽ പലർക്ക് നമ്മൾ ഉപകാരം ചെയ്യുന്നതാണ്. ആ ശുദ്ധമായിട്ടുള്ള സങ്കല്പത്തിൽ ദേവിയ ദർശനം ഒക്കെ ചെയ്താൽ ദേവി അനുഗ്രഹം പ്രാപ്തിയാവും. അതല്ലാണ്ട് വിശേഷമായിട്ട് ഭക്തർ ശ്രദ്ധിക്കുന്നത് അത് പുണ്യഭൂമിയാണ്. നമ്മൾ ആ ദേവി നിത്യമായിട്ട് വേറെ വേറെ രൂപത്തിൽ അവിടെ സഞ്ചരിക്കുന്ന ആ ഭൂഭാഗത്തിൽ നമ്മൾ കശ്മലങ്ങൾ വേസ്റ്റേജുകൾ ഇടുന്നത്, പ്ലാസ്റ്റിക് ഇത്യാദി അതെല്ലാം അവിടെ നമ്മൾ വിടുന്നത്, ഇതെല്ലാം ഒരു പാപത്തിൻ്റെ പാപം എടുക്കുന്ന ഒരു വഴിയാണ്. പുണ്യക്ഷേത്രേ കൃതം പാപം അന്യക്ഷേത്രേ കൃതം പാപം പുണ്യക്ഷേത്രേ വിനശ്യതി. അന്യക്ഷേത്രത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ കളയാൻ നമ്മൾ പുണ്യക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. നമ്മൾ പുണ്യക്ഷേത്രത്തിൽ പോയിട്ട് പാപം ചെയ്താൽ അത് വജ്രലേപവും ഭവിഷ്യത്തി, അത് വജ്രത്തിൻ്റെ കഠിനമായിട്ട് ആ പാപങ്ങൾ നമുക്ക് പ്രാപ്തിയാവും. അതിനെ വളരെ നമ്മൾ മുഖാംബിക്കാനായിട്ടല്ല, ഏത് പുണ്യക്ഷേത്രത്തിൽ നമ്മൾ പോയാലും നമ്മൾ അവിടെ എത്ര ക്ലീൻ ആൻഡ് നീറ്റായിട്ട് നമ്മൾ വീട്ടിലെ നമ്മൾ എങ്ങനെ നമ്മൾ ജീവിക്കും, നമ്മൾ വീട്ടിലെ ഉള്ളിൽ എത്ര നമ്മൾ നീറ്റായിട്ട് ക്ലീനായിട്ട് ഉണ്ടാവും, അതേ ഭാവത്തിൽ അത് നമ്മൾ ഒരു പുണ്യക്ഷേത്രം എന്നിട്ട് മനസ്സിൽ വെച്ച് അവിടെ നമ്മൾ തൊഴുത് പവിത്രമായിട്ടുള്ള ആ സാന്നിധ്യത്തിൻ്റെ അനുഭൂതി എടുത്ത് വരണം. ആ അനുഭൂതി മൂകാംബിക്കയിൽ അങ്ങനെ പോയിട്ട് വന്നാൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ പോവാനായിട്ടില്ല,
പോവാൻ പറ്റുന്നില്ല, എത്ര പ്രാവശ്യം നമ്മൾ പുറപ്പെട്ടാലും അമ്മയെ വിളിച്ചില്ല എന്നിട്ടുള്ള വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതാണ് ഈ ധാരണ വെച്ച് പോകുന്ന സങ്കല്പം വെച്ചൊള്ളി അമ്മയെ വിളിച്ച് നമുക്ക് അനുഗ്രഹിച്ചിട്ട് വിടും. ദേവിയുടെ ക്ഷേത്ര സങ്കേതത്തിനുള്ളിലുള്ള മറ്റ് ഉപദേവ പ്രതിഷ്ഠകളെ കുറിച്ചും അതേപോലെ തന്നെ ദേവിക്ക് ഭക്തർക്ക് അവരുടെ പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കാനും കഴിക്കാനും പറ്റുന്ന വഴിപാടുകളെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ? വഴിപാടുകൾ എന്നാൽ ഭക്തന്മാരൊക്കെ പണ്ടേ മൂകാംബിക നമ്മളെ കുടുംബക്ഷേത്രമായിരുന്നു. 24 തലമുറ ക്രിസ്തശക 1142 മുതൽ 1933 വരെ നമ്മളെ കുടുംബക്ഷേത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ഷേത്ര അഭിവൃദ്ധി ആവട്ടെ എന്നിട്ട് നമ്മൾ ഗവൺമെന്റിക്ക് വിട്ട ക്ഷേത്രം. ആ സമയത്തിലെല്ലാം ഉള്ളത് ചെറിയ കുങ്കുമാർച്ചന, പിന്നെ രഥോത്സവം, പിന്നെ രംഗപൂജ, അങ്ങനെ ചെറിയ വഴിപാടുകളെ ഉണ്ടായിരുന്നു. തീർത്ഥസ്നാന അതെല്ലാം വിശേഷ. പിന്നെ ഭക്തന്മാർ കുറവായിരുന്നു ആ സമയത്തിൽ. ഇപ്പോൾ ഗവൺമെൻറ് ആയിട്ട് പല സേവാ ലിസ്റ്റുകളുണ്ട് അമ്മയ്ക്ക്. കുങ്കുമാർച്ചന, അലങ്കാര പൂജ, മഹാപൂജ, ഉദയാസ്തമന പൂജ, ചണ്ഡികാ ഹോമം, രംഗപൂജ എന്നിട്ടെല്ലാം ഒരുപാട് വഴിപാടുകൾ അമ്മയ്ക്ക് സമർപ്പണ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും എല്ലാ വഴിപാടുകൾ ചെയ്യാൻ പറ്റില്ല. മനസ്സുകൊണ്ട് അമ്മയ്ക്ക് ഒരു പുഷ്പം സമർപ്പിച്ചാലും അമ്മ അത് സ്വീകരിക്കുന്ന ഭാവ മൂകാംബിക ക്ഷേത്രത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. പൂർണ്ണ മാതൃസ്വരൂപിണിയായിട്ടുള്ള സ്വരൂപിണി. എന്താന്നാൽ ആ സംഹാരകാലത്തിൽ മൂകാസുരനിക്ക് തിരിച്ച് വാക്ക് കൊടുത്ത് വരം കേട്ട ദേവി അത് പൂർണ്ണ മാതൃസ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ്. അങ്ങനെ ശക്തിയുള്ളവർ ചണ്ഡിക, നവചണ്ഡി, ശതചണ്ഡിയും ചെയ്യൂ. ശക്തി ഇല്ലാത്തവർ ഒരു 20 രൂപായി കുങ്കുമാർച്ചന ഉണ്ട്, 60 രൂപായി കുങ്കുമാർച്ചന ഉണ്ട്, സഹസ്രനാമ, പിന്നെ 100-500 വഴിപാടുകളെല്ലാം ഉണ്ട്. അത് അവരെ യഥാനുശക്തിയായിട്ട് ചെയ്ത് അനുഗ്രഹം എടുക്കും. ഭക്തന്റെ മനസ്സാണ്. അതെ, ഭക്തർ മനസ്സ് പ്രധാനമാണ്. വഴിപാട് അമ്മ കേൾക്കില്ല. അത് നമുക്ക് വേണ്ടി അമ്മയ്ക്ക് നമ്മൾ സമർപ്പണ ചെയ്യുന്ന വഴിപാടുകൾ. വഴിപാടുകൾ കേട്ടിട്ട് ദർശനം കൊടുക്കുന്നതല്ല. നമ്മൾ അമ്മയ്ക്ക് സമർപ്പണാഭാവത്തിൽ കൊടുക്കുന്ന പൂജയാണ്. ഈ പൂജ എന്നാൽ സമർപ്പണ. എല്ലാ വഴിപാടുകളും സമർപ്പണയാണ്. സമർപ്പണയിൽ അമ്മ ഈ ഭൂമിയിൽ തന്ന സുവസ്തുക്കൾ കൊണ്ട് നമ്മൾ അമ്മയ്ക്ക് പൂജ ചെയ്യുന്നത്. പുഷ്പങ്ങളോ വസ്തുക്കളോ എല്ലാ നിവേദ്യങ്ങളോ അതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയല്ല. അമ്മയ്ക്ക് വേണ്ടി അമ്മ, അല്ലെങ്കിൽ ഭഗവാനയ്ക്ക് വേണ്ടി ഭഗവാൻ ദേവാലയത്തിൽ നിൽക്കുന്നതല്ല, നമുക്ക് വേണ്ടി. ശാസ്ത്രം പറയുന്നത് എന്താന്നാൽ ദൈവാധീനം ജഗത് സർവം എന്നിട്ട് വിശ്വം വ്യാപ്നോതി വിഷ്ണു. ദേവതകൾ വിശ്വവ്യാപിയാണ്. വിശ്വം വ്യാപ്നോതി വിഷ്ണു. വിശ്വത്തിൽ എല്ലാ സ്ഥലത്തിലുള്ള ശക്തി ചൈതന്ಯವೇ വിഷ്ണു എന്ന് പറയുന്ന ആ ചൈതന്യവ നമുക്ക് ഒരു ദേവാലയത്തിൽ അമ്പലത്തിൽ വെക്കാൻ പറ്റുന്നില്ല. പക്ഷെ സങ്കല്പമാണ്. സങ്കല്പത്തിൽ അവിടെയും അമ്മയുണ്ട്, ഇവിടെയും ഉണ്ട് അമ്മ. അങ്ങനെ ആ ഭാവം കൊണ്ട്, അതല്ലാണ്ട് അത് ശക്തിപീഠ ആയതുകൊണ്ട് പ്രതിഷ്ഠയല്ല. അവിടെ പ്രതിഷ്ഠ ശങ്കരർ ചെയ്തത് വിഗ്രഹ മാത്രം, മൂല സ്വയംഭുവാണ്. അങ്ങനെ മൂകാംബിക, മൂകപർവ്വത മഹാലക്ഷ്മി ആയിട്ട് അവിടെ എപ്പോഴും ഉള്ള സാന്നിധ്യമായിട്ട് പുരാണങ്ങൾ പറയുന്നത്. അങ്ങനത്തെ ഉള്ള സാന്നിധ്യ മൂകാംബിക സാന്നിധ്യ. അങ്ങനെ നമ്മൾ സങ്കല്പ, നമ്മൾ ഭക്തിഭാവ പ്രധാനമാണ്. ആ ഭക്തിഭാവം നമുക്ക് ഫലം കൊടുക്കുന്നതാണ്. അതെ, ശ്രദ്ധാഭക്തി പ്രധാനം എന്നിട്ട് പറയുന്നത് ശാസ്ത്രങ്ങൾ അതിനെയാണ്. അങ്ങനെ മൂകാംബിക ക്ഷേത്രത്തിൽ വഴിപാടുകൾ, പല വഴിപാടുകളുണ്ട്. അവരവർക്ക് ഏത് ശക്തിയോ ആ ശക്തി അനുസരിച്ചിട്ട് വഴിപാടുകൾ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നും തെറ്റില്ല. ഇതേ ചെയ്യണം എന്നിട്ടുള്ള നിർബന്ധവും ഇല്ല ക്ഷേത്രത്തിൽ. മൂകാംബിക അമ്മേനെ സംബന്ധിച്ചിടത്തോളം
നിത്യവിദ്യാരംഭം ഉം. നടക്കുന്ന ക്ഷേത്രമാണ്. ഉം. അതേപോലെ സരസ്വതി മണ്ഡപത്തിന്റെ പ്രാധാന്യം, ഉം. അതിനെ കുറിച്ചൊക്കെ ഒന്ന് വിവരിച്ച് പറഞ്ഞുതരാമോ? ഇപ്പോ മൂകാംബിക ക്ഷേത്രത്തില് അമ്മയെ കൊടിമരത്തിന്റെ വലത്ത് സൈഡിലുള്ള ആ സരസ്വതി മണ്ഡപം എന്ന് പറയുന്നത്, അത് പ്രധാനമായിട്ട് അത് ഈ ഉത്സവകാലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ട് അമ്മ അവിടെ വന്ന് ഇരിക്കുന്ന സ്ഥലം. അത് പ്രത്യേകത എന്നാൽ പണ്ടേ മുതൽ അവിടെ സരസ്വതി ഭാവത്തിൽ അമ്മ വരുന്നത് എന്നിട്ടുള്ള ഭാവ. ഒരു ഭാവ എന്നാൽ രാവിലെ കാളി ലക്ഷ്മി സരസ്വതി എന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതങ്ങനെയല്ല. എപ്പോഴും ത്രിഗുണാസ മഹാലക്ഷ്മി 3 ഭാവം കൊണ്ട് മൂകാംബികയായിട്ടുള്ള ആരാധനയാണ്. പക്ഷെ ആ സ്ഥലത്തിൽ അനാദികാലം കൊണ്ട് വിദ്യാരംഭം എന്നാൽ അക്ഷര കുറിക്കുന്ന ഒരു വിധി വന്നത് കൊണ്ട് അവിടെ അക്ഷരദേവത്തെ എന്നിട്ട് പറയുന്നത് സരസ്വതിയാണ്. അതിനെ ആ പീഠം അമ്മയെ ആ സന്നിധാനം സരസ്വതി മണ്ഡപം എന്നിട്ട് പേര് വന്നതാണ്. അവിടെ വിദ്യാരംഭ വർഷത്തിൽ 365 ദിനങ്ങളും ഉണ്ട്, രാവിലെ മുതൽ ഉച്ചവരെ. ആസ്ഥാന മണ്ഡപം എന്നിട്ട് അതിൻ്റെ ആഗമശാസ്ത്രത്തിൻ്റെ തന്ത്രശാസ്ത്രത്തിൻ്റെ പേര്. ആ സ്ഥലത്തിൻ്റെ പേര് ആസ്ഥാന മണ്ഡപം എന്നിട്ട്. എന്നാൽ രാജ്ഞി ആയിട്ടുള്ള ദേവി അമ്മ ഉത്സവം കൊണ്ട് എല്ലാ ഗ്രാമത്തിൽ ചുറ്റിട്ട് വന്ന് ഇരിഞ്ഞിട്ട് ഭക്തജനങ്ങൾക്ക് പ്രജകളിക്ക് ദർശന കൊടുക്കുന്ന ഒരു പീഠമാണത്. ആസ്ഥാന പീഠം എന്നിട്ട് പറയുന്നത്. ഉള്ളിലുള്ളത് ഗർഭാലയം. അത് ഗർഭാലയം. പുറത്ത് വന്ന് ദർശന കൊടുക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലം ആസ്ഥാന മണ്ഡപം. ആ മണ്ഡപത്തിൽ താഴെ വിദ്യാരംഭം കൊച്ചുമക്കൾക്ക് 3 വർഷം കഴിഞ്ഞ മക്കൾക്ക് വിദ്യ ആരംഭം ചെയ്തു കൊടുക്കുന്ന ഒരു ഷോഡശ സംസ്കാരത്തിൽ വരുന്ന ഒരു വിദ്യാരംഭ എന്ന് പറയുന്ന ചടങ്ങം എല്ലാ ദിവസവും ഉണ്ട്. അതിൽ ഹരിശ്രീ എഴുത് സരസ്വതിയെ സാക്ഷാത്തായിട്ട് മക്കൾക്ക് എഴുതു കൊടുക്കുന്നത് എന്നിട്ടുള്ള ഭാവത്തിൽ. ഇപ്പോൾ അമ്മ എഴുതു കൊടുത്താലും സങ്കല്പം അത് സരസ്വതി ദേവി ചെയ്തു കൊടുക്കുന്നത് എന്നിട്ടുള്ള ഭാവം. മൂകാംബികെ വാഗ്ദേവി എന്ന് പറയുന്നത് കൊണ്ട് അത് സരസ്വതി ഭാവത്തിൽ ആ ദേവി ആ മക്കൾക്ക് അനുഗ്രഹം കൊടുക്കുന്നത് എന്നിട്ടുള്ള ഒരു ഐതിഹ്യമാണ്. അങ്ങനെ ഈ പ്രത്യേകമായിട്ട് ഈ കേരളത്തിൽ വരുന്ന എല്ലാ മക്കളും അവിടെ വന്ന് വിദ്യാരംഭം ചെയ്യാത്ത പോകുന്നത് കുറവാണ്. എല്ലാവരും ചെയ്യും. അത് ആ സരസ്വതി മണ്ഡപത്തിൻ്റെ ഒരു വിശേഷ. പിന്നെ ശരന്നവരാത്രിക്ക് വരുന്ന വിദ്യാദശമി എന്ന് പറയുന്ന ദിവസം പ്രത്യേക വിശേഷമാണ്. അന്ന് വിശേഷമായിട്ടുള്ള സരസ്വതി സാന്നിധ്യം അവിടെ ഉണ്ടാവാനായിട്ടുള്ള ഐതിഹ്യ ആ സരസ്വതി മണ്ഡപത്തിൻ്റെ ഐതിഹ്യമാണ്. ഇപ്പോൾ സർവമംഗളകാരിണിയായിട്ടുള്ള ദേവിയുടെ ഭക്തർക്ക് കേൾക്കാൻ വളരെ ആഗ്രഹവും താല്പര്യവും ഒരുപാട് സന്തോഷവും ഉണ്ടാവുന്ന കാര്യമാണ്. ദേവിയുടെ ഒരു നിത്യേനയുള്ള ഒരു ക്രമം പോകുന്നത് എങ്ങനെയാണ്? ദേവിയുടെ നട തുറപ്പ് മുതൽ നിത്യേന നടക്കുന്ന കാര്യവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞ് അറിയുന്നത്. മൂകാംബികെ തുടർന്നത് എന്നാൽ നട തുറക്കുന്നത് 5 മണിക്ക്. രാവിലെ 5 മണിക്ക് നട തുറന്നിട്ട് ഉള്ളിൽ നൈർമല്യാനിട്ടാവും. എന്നാൽ ഈ പഴക്ക പുഷ്പങ്ങൾ പിന്നെ എല്ലാം ശുദ്ധീകരിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ നൈർമല്യാന്നിട്ട് പറയുന്നത്. ആ സമയത്തിൽ സ്വയംഭൂ കാണാൻ പറ്റും. 5:30 മണിക്ക് അവിടെ കീഴ്ശാന്തിമാർ വന്ന് പരിചാരകർ വന്ന് എല്ലാം ശുദ്ധീകരണം ചെയ്ത് പിന്നെ ഗന്ധവും ഉദകവും എന്നാൽ അമ്മയ്ക്ക് വേണ്ടി 1 കിലോ ഗന്ധം എടുത്തിട്ട് പിന്നെ വെള്ളം എല്ലാം ഇട്ട് പുഷ്പം എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്ന കാര്യം നൈർമല്യം. അതാവുമ്പോൾ അപ്പുറത്ത് അമ്മയെ വലത്ത് ഭാഗത്തിൽ നിത്യ ഗണപതി ഹോമം ഉണ്ട്. അത് ഭക്തർക്ക് വലിവാടായിട്ട് എടുക്കാൻ പറ്റും. ഒരു നാളികേര ഗണഹോമം വലിവാടായിട്ട് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് മേൽശാന്തിമാർ വന്ന് ആദ്യം ഗോപൂജയാണ്. 33 കോടി ദേവതാശക്തി സ്വരൂപിണിയായിട്ടുള്ള ഗോമാತೆ സവത്സ
കുഞ്ഞിയുള്ള ഗോവിന ഓ. ആ കൊടിമരത്തിൻ്റെ അടുത്ത് ആദ്യം പൂജിച്ചിട്ട് പിന്നെയാണ് തിരുമേനി ഉള്ളിൽ കയറുന്നതാണ്. ഉള്ളിൽ കയറിയിട്ട് ആദ്യം ദന്തധാവന പൂജ എന്നിട്ട് അതാണ് പ്രത്യേക രാവിലത്തെ പൂജ. ദന്തധാവനം എന്നാൽ നമ്മളെ ദന്തശുദ്ധി ചെയ്യുന്നത് എന്നിട്ട് ആ അർത്ഥ ശബ്ദത്തിൻ്റെ അർത്ഥ എന്നാൽ രാവിലെ അമ്മയ്ക്ക് രുദ്രചമക്കം കൊണ്ട് അമ്മയ്ക്ക് അഭിഷേകം ചെയ്ത് അമ്മയ്ക്ക് കുളിച്ച് കൊടുക്കുന്നതിനിട്ടുള്ള ഒരു പൂജയത്. ആ സമയത്തിൽ ആ അഭിഷേകം കാണിക്കാൻ പറ്റൂ. എല്ലാ അഭിഷേകം കാണിക്കാൻ അവകാശമില്ല, നോക്കാൻ അവകാശമില്ല. ഈ ദന്തധാവന പൂജ അഭിഷേക ഫുള്ളായിട്ട് നോക്കാൻ പറ്റൂ. വരുന്ന ഭക്തರಿಗೆ ലൈനിൽ വരുന്ന ഭക്തರಿಗೆ ദർശനം ചെയ്ത് പോകാൻ പറ്റൂ. ആ സമയത്തിൽ അമ്മയ്ക്ക് നിവേദ്യം ഗുഡശുണ്ഠി എന്നിട്ട്, ശുണ്ഠി എന്നാൽ ജിഞ്ചറാണ്. ആ ജിഞ്ചറിൻ്റെ പൗഡറും പിന്നെ ശർക്കരവും കൂട്ടി ഉള്ള ഒരു മറിഞ്ഞാണ് അത്. അത് നമുക്ക് മനുഷ്യരിക്കോ കണ്ഠശുദ്ധിക്കോ ഉള്ള ഒരു മെഡിസിൻ അത്. അത് ആണ് അമ്മയ്ക്ക് ആദ്യ നിവേദ്യം. അത് കഴിഞ്ഞിട്ടാണ് പ്രാതഃ പൂജ എന്നാലും രാവിലത്തെ പൂജ. പിന്നെ പഞ്ചാമൃതം അഭിഷേകം പിന്നെ മഹാഭിഷേകം എല്ലാം രാവിലത്തെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ദീപാരാധന, ദന്തധാവന ദീപാരാധന കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് അന്നം പിന്നെ പഞ്ചാമൃത നൈവേദ്യം, ത്രിമധുര നൈവേദ്യം. രണ്ടാമത്തെ രാവിലത്തെ പൂജയ്ക്ക് ത്രിമധുര നൈവേദ്യം ശർക്കരവും മധു എന്നാൽ തേനും പിന്നെ നെയ്യും വെച്ച ആ നൈവേദ്യം അന്നം നൈവേദ്യമാണ്. അത് കഴിഞ്ഞിട്ട് ദീപാരാധന. പിന്നെ ശിവേലിയിൽ രാവിലെ രഥോത്സവം ഉണ്ടാവും. രഥോത്സവം വഴിപാടായിട്ട് എടുക്കാൻ പറ്റും ഭക്തന്മാർക്ക്. പിന്നെ പല്ലക്കി വഴിപാടായിട്ട് അമ്മയ്ക്ക് സേവ കൊടുക്കാൻ പറ്റും. ഇത് രാവിലത്തെ പൂജ. പിന്നെ ഉച്ചപൂജ പറയുന്നത് മഹാപൂജ എന്നിട്ട്. മഹാപൂജയിൽ വിശേഷ ഭക്ഷ്യഭോജ്യങ്ങൾ അമ്മയ്ക്ക് നൈവേദ്യം. അല്ലാത്ത തുലാഭാര സേവ അത് 2 നേരം ഉണ്ട്, രാവിലെ ഉണ്ട് ഉച്ചയ്ക്കും ഉണ്ട്. നമ്മൾ എത്ര കിലോ ഉണ്ട് അതിനനുസരിച്ചിട്ട് അത്ര വെയിറ്റുള്ള സാധനം തുലാഭാരം സമർപ്പണ ചെയ്ത് അത് അമ്പലത്തേക്ക് വഴിപാടായിട്ട് എന്തെങ്കിലും സങ്കല്പ മനസ്സിലുണ്ടെങ്കിൽ വഴിപാടായിട്ട് സമർപ്പണ ചെയ്യുന്ന അവകാശം 2 നേരമുണ്ട്, രാവിലെ പിന്നെ ഉച്ച. ഈ മഹാപൂജയിൽ അമ്മയ്ക്ക് വിശേഷ നൈവേദ്യങ്ങൾ ചെയ്ത് മഹാപൂജ എന്ന് പറയുന്ന വഴിപാടുണ്ട് അമ്പലത്തിൽ. ഇപ്പോൾ അത് 15,000 രൂപ. ആ വഴിപാട് ചെയ്തവർക്ക് രഥോത്സവം ഉണ്ടാവും. പുഷ്പരഥോത്സവ എന്ന് പറയുന്നത്. ആ ഫാമിലി രഥോത്സവം ചെയ്തിട്ട് രഥം ചെയ്തിട്ട് രഥവെളി ചെയ്ത് പിന്നെ ഉള്ളിൽ വന്ന് പ്രസാദം എടുത്തിട്ട് ഉച്ചയെ അമ്മയെ പ്രസാദ ഭോജനം സ്വീകരിക്കുന്നതാണ്. ഇത് മഹാപൂജ എന്നിട്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൽ ഒരു വിശേഷം എന്നാൽ നിത്യപ്രദോഷ പൂജ ഉണ്ട്. വൈകുന്നേര എല്ലാ ദേവതകളും വന്ന് അമ്മയെ ദർശനം ചെയ്യൂ എന്ന് പറയുന്ന ഒരു സന്ധ്യാകാലം. ആ സന്ധ്യാകാലത്തിൽ അമ്മയ്ക്ക് ഒരു പ്രദോഷ പൂജ എന്നിട്ട് നിത്യപ്രദോഷം ഉണ്ട്. പക്ഷപ്രദോഷ ചില അമ്പലത്തിൽ ഉണ്ടാവും, ഇവിടെ നിത്യപ്രദോഷം ഉണ്ട്. ആ നിത്യപ്രദോഷ പൂജയിൽ എല്ലാ സൂക്താദികൾ കൊണ്ട് അഭിഷേകം ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് രാത്രി പൂജ. ആ രാത്രി പൂജയിൽ ഈ ഉദയാസ്തമന പൂജ എന്ന് പറയുന്ന വഴിപാട് എടുത്തവർക്ക് അത് ദിനത്തിൽ 3 ഫാമിലിക്ക് അവകാശമുണ്ട്. അതിപ്പോൾ 30,000 രൂപ ആക്കിയിട്ടുണ്ട് ആ വഴിപാടിക്ക്. അവർക്ക് 3 നേര ദർശനവും രാത്രി ശിവേലി കഴിഞ്ഞിട്ട് സ്വർണത്തേരിൽ അമ്മയെ വെച്ച് രഥവെളിക്കുന്ന അവകാശമുണ്ട്. സ്വർണത്തേര് കഴിഞ്ഞിട്ട് അവിടെ തന്നെ അമ്മയ്ക്ക് ചാർത്ത സാരിയും ഷാലു പ്രസാദമായിട്ട് എടുത്ത് ഉള്ളിൽ വന്ന് അമ്മയെ ദർശനം ചെയ്ത് ഉള്ളിൽ പ്രസാദം എടുക്കുന്ന ഒരു ഭാഗ്യം കിട്ടും. ഇത് ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത്. ഇങ്ങനെ രാവിലെ ഉച്ച വൈകുന്നേര രാത്രി ഇങ്ങനെ 4 കാലത്തിൽ പൂജ. അതിൽ ത്രികാല പൂജ പ്രധാനമാണ്. ഈ ത്രികാല പൂജ എന്ന് പറയുന്നത് നമ്മൾ കുടുംബം ചെയ്യുന്നതാണ്. പിന്നെ പ്രദോഷ പൂജ എന്നത് ഒരു പ്രത്യേക ഒരു ഫാമിലി ഉണ്ട്, അന്യഗോത്രത്തിൻ്റെ ഒരു ഫാമിലി. ആ
തിരുമേനി നിത്യവും ചെയ്യും. പിന്നെ ബാക്കി നമുക്ക് പൊലയല്ല വരുന്ന സമയത്തിൽ ബാക്കിയുള്ള പൂജ അവർ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഈ ക്ഷേത്രത്തിൽ 4 നേര പൂജ. അതല്ലാണ്ട് ഉത്സവങ്ങൾ നിത്യോത്സവമുണ്ട്, പിന്നെ വാരോത്സവമുണ്ട്, പിന്നെ പക്ഷോത്സവമുണ്ട്, മാസോത്സവമുണ്ട്, ഷാൺമാൽസികോത്സവമുണ്ട്. ഷാൺമാൽസിക എന്നാൽ നവരാത്രി ഉത്സവം. പിന്നെ വാർഷികോത്സവം ഉണ്ട്. വാർഷികോത്സവം എന്നാൽ ഇപ്പോൾ മാർച്ചിൽ വരുന്ന രഥോത്സവ 10 ദിവസം, ആ രഥോത്സവ മഹാരഥോത്സവത്തിൻ്റെ ഉത്സവകാലം. ഇത് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിൻ്റെ ഒരു സ്വരൂപമാണ്. ഇങ്ങനെ നമ്മൾ കുടുംബം അവിടെ 30 തലമുറയായിട്ട് മേൽശാന്തിയുമായിട്ട് തന്ത്രിയായിട്ട് അമ്മയ സേവാകാര്യങ്ങൾ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങ് മഹാരഥോത്സവത്തിന്റെ കാര്യം പറഞ്ഞു. ദേവിയുടെ കാണാനായിട്ട് ഒരുപാട് ആളുകള് അന്നത്തെ ദിവസം ദേവീനെ ഒന്ന് കാണണം, രഥത്തിലൊന്ന് തൊടണം, ദേവിയോടൊപ്പം ദേവിയുടെ എന്താ പരികർമ്മത്തിൽ കൂടണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് ഭക്തരുണ്ട്. അപ്പൊ ദേവിയുടെ ആ രഥോത്സവത്തിനെ കുറിച്ച്, ആ ഉത്സവത്തിന്റെ ഒരു രീതികളെ കുറിച്ച്, പ്രധാന ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച്, പ്രത്യേകതകളെ കുറിച്ചും കൂടി ഒന്ന് വിവരിച്ച് പറഞ്ഞു തരാമോ? അതെ, മൂകാംബിക്കയിൽ എല്ലാ ഉത്സവങ്ങളും ഉണ്ട്. അതിൽ വിശേഷ ഉത്സവം എന്നാൽ നവരാത്രി ഉത്സവ, പിന്നെ വാർഷികോത്സവ. അതിൽ നവരാത്രിയിൽ നവമിക്ക് രഥോത്സവമുണ്ട്. അത് ഉള്ളിൽ വെച്ച് ഒരു വിഗ്രഹം കൊണ്ട് രഥോത്സവമാണ്. വാർഷികോത്സവത്തിൽ 2 ഉത്സവ വിഗ്രഹങ്ങളുണ്ട്. അതിന് പണ്ടേ ഒരു സ്റ്റോറി ഉണ്ട്. എന്തിന് മൂകാംബിക്കയിൽ 2 ഉത്സവ വിഗ്രഹം വന്നിട്ട്, അത് ഒരു വിഗ്രഹം റോബറി ആയിട്ട്, പിന്നെ അവനിക്ക് അത് കൊണ്ടുപോവാൻ പറ്റിയില്ലാത്ത അത് സൗപർണിക്കയിൽ അവന് വിട്ട്, പിന്നെ ഉത്സവ വിഗ്രഹം ഇല്ലാത്ത പുതിയ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അത് അവഭൃത സ്നാനത്തിൽ ഈ വിഗ്രഹം മുങ്ങി എണിക്കുമ്പോൾ പിന്നെ ഒരു വിഗ്രഹം കയ്യിൽ കിട്ടി. അങ്ങനെ 2 ഉത്സവം വിഗ്രഹം വാർഷികോത്സവത്തിൽ എന്നിട്ട് അന്നു മുതൽ സമ്പ്രദായം. ആ വാർഷികോത്സവം പുറത്തുള്ള ബ്രഹ്മരഥത്തിൽ ആവുന്നതാണ്. അത് രഥബീതിയിൽ ಅಂದ್ರೆ പുറത്തുള്ള ബീതിയിൽ ആ രഥത്തിൽ ആവുന്നത്. രഥത്തിൽ ഇരിഞ്ഞ ദേവിയെ കണ്ടാൽ പുനർജന്മം നവിദ്യത്തെ എന്നിട്ട്, രഥത്തിൽ ആരൂഢളായിട്ടുള്ള ദേവിയെ നമ്മൾ ദർശനം ചെയ്താൽ അവനിക്ക് പിന്നെ പുനർജന്മം ഇല്ല, പാപങ്ങൾ തീർന്നു എന്നിട്ട് ആഗമശാസ്ത്ര പറയുന്നതാണ്. ആ ഭാഗ്യം കിട്ടാൻ വേണ്ടി എല്ലാവരും അത്ര പരിശ്രമപ്പെടുന്നതാണ്. പക്ഷെ ഇപ്പോൾ അറിഞ്ഞില്ല, എല്ലാം ഫാഷനായിട്ട് വരും. പിന്നെ ആ രഥത്തിൽ ഇറങ്ങുന്ന നാണ്യങ്ങൾ എടുക്കാനും ഒരുപാട് തിരക്കാണ്. ആ സുവർണവൃഷ്ടി എന്നിട്ട് പണ്ടേ രാജകാലത്തിൽ സുവർണത്തിൻ്റെ നാണ്യങ്ങൾ അമ്മയ്ക്ക് വെച്ച് പൂജിച്ച നാണ്യങ്ങൾ ഇറങ്ങുമായിരുന്നു. അത് ആ നാണ്യങ്ങൾ നമ്മൾ പൂജാമുറിയിൽ വെച്ച് മഹാലക്ഷ്മി സാന്നിധ്യം വന്നിട്ട് പൂജ ചെയ്യുന്ന പണ്ടേ കാലത്തെ സിസ്റ്റം ഇപ്പോൾ ഉള്ള നാണ്യങ്ങൾ വെച്ച് പൂജിച്ചിട്ട് അത് ഭക്തജനങ്ങൾക്ക് സുവർണ വൃഷ്ടിയായിട്ട് നമ്മൾ ചാടിക്കും. അത് രഥോത്സവം കഴിഞ്ഞിട്ട് അത് എടുക്കാനും ഒരുപാട് ആൾക്കാർ വരും. ദർശനത്തിൻ്റെ മാത്രമല്ല, അത് പ്രസാദ രൂപത്തിൽ എടുത്ത്. യഥാർത്ഥത്തിൽ രഥത്തിൽ ഇരിഞ്ഞ ദേവി നമുക്ക് സർവസൗഭാഗ്യപ്രദായിനി എന്നിട്ട് അർത്ഥം. ಸಂತಾನ ಇಲ್ಲದವರಿಗೆ ಸತ್ಸಂತಾನ ಭಾಗ್യം കൊടുക്കുന്ന സ്വരൂപിണിയായിട്ട്, ദാരിദ്ര്യമുള്ളവനിക്ക് ദാരിദ്ര്യ നിവൃത്തി ചെയ്ത് സർവൈശ്വര്യ പ്രധാനിയായിട്ട്, സർവരോഗങ്ങളുള്ളവനിക്ക് സർവരോഗങ്ങൾ നിവൃത്തി ചെയ്ത് ക്ഷിപ്ര ആരോഗ്യം കൊടുക്കുന്ന ദേവിയായിട്ട്, പിന്നെ ദൗർഭാഗ്യമുള്ള ആയിട്ടുള്ള വ്യക്തിക്ക് എല്ലാ ദൗർഭാഗ്യങ്ങളും നീങ്ങി സർവഭാഗ്യപ്രദായിനിയായിട്ടുള്ള ദേവി, പിന്നെ മോക്ഷപ്രദായിനിയായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ആ രൂപ എന്നിട്ട് രഥത്തിലുള്ള ദേവിയ ദർശനത്തിൻ്റെ ഒരു പ്രാധാന്യം. അതിനെ കൊണ്ട് രഥത്തിൽ വിശേഷമായിട്ടുള്ള നമ്മൾ ജന്മത്തിൻ്റെ ദോഷങ്ങൾ നിവൃത്തിയാകുവാനിട്ടുള്ള സങ്കല്പം. അതിനു വേണ്ടി രഥോത്സവം നോക്കണം. വർഷത്തിൽ നടക്കുന്ന രഥോത്സവം കണ്ടാൽ വർഷത്തിൻ്റെ പൂർണ്ണ ഫലം ആ ദർശനത്തിൽ കിട്ടൂ എന്ന് പറയാൻ. അപ്പോൾ
ഭഗവതിയുടെ ഒരു തന്ത്രിസ്ഥാനം ആ ഒരു ആചാര്യമുഖത്ത് നിന്നിട്ട് ഉം. ഭഗവതിയുടെ ഒരുപാട് ലോകമെമ്പാടുമുള്ള ഉപാസകർക്ക് വേണ്ടിയിട്ടും ഭക്തർക്ക് വേണ്ടിയിട്ടും ദേവിയെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഉപാസനയിലുള്ള രീതി, അത് എങ്ങനെയാണ്? അങ്ങക്ക് എന്താണ് അവരോട് അമ്മയെ ഡീപ്പായിട്ട് മനസ്സിലാകണം, അമ്മയെ ഉള്ളിൽ വസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് ഒരു ആചാര്യമുഖം എന്നുള്ള രീതിയിൽ അങ്ങ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പറയുന്നത് തേന വിന തൃണമപ്പിന ചലത്തി എന്ന്. അമ്മയ ഇച്ഛയില്ലാത്ത ഒന്നും നടക്കില്ല. അമ്മയെ ഇച്ഛ ഉണ്ടെങ്കിൽ കർമ്മബാധകൾ നീങ്ങാനും നമുക്ക് അവിടെ പോയിട്ട് ദർശിക്കാനും അവകാശം കിട്ടും. അതില്ലാത്ത കിട്ടില്ല. ആ അവകാശം വരുമ്പോൾ നമുക്ക് അവിടെ പോവാൻ പറ്റും. വേണ്ട എന്നാലും പോകുന്ന മനസ്സ് വരും, പോവാൻ പറ്റും. നമ്മളെല്ലാ കർമ്മങ്ങൾ ചെയ്യുന്നതും നമ്മൾ കർമ്മദോഷങ്ങൾ നിവൃത്തി ചെയ്യാൻ വേണ്ടിയാണ്. അതിനു വേണ്ടി ഞാൻ അമ്മയെ ഉപാസകനായിട്ട് ആരാധനാ കുടുംബത്തിൽ വെച്ച് ജന്മിച്ചിട്ട് എനിക്ക് അറിഞ്ഞത് ഇത്രയാണ്. നമ്മൾ എന്താ ചെയ്താലും സമർപ്പണാഭാവത്തിൽ ചെയ്യണം. ഞാൻ എന്നിട്ടുള്ള ഒരു പ്രതിഷ്ഠയിൽ അവിടെ പോയാൽ അതിൽ ഒന്ന് ഫലം സിദ്ധിയോ കിട്ടില്ല. അത് നമ്മൾ ജന്മത്തിൻ്റെ ഫലമായിട്ടുള്ള നമ്മൾ സമ്പത്തോ നമ്മളടുത്തുള്ള ഒരു സ്ഥാനവും മാനവും ആ ഒരു ധാരണയെ വെച്ച് നമ്മൾ അവിടെ പോയിട്ട് പ്രതിഷ്ഠ ചെയ്താൽ നമ്മൾ അവിടെ പോയ ഒരു ഫലം നമുക്ക് കിട്ടില്ല. അമ്മയ്ക്ക് എല്ലാ ഭക്തരും തന്നെയാണ്. അമ്മയ്ക്ക് ഒരു എല്ലാ ഉള്ളവനും തന്നെ, ഒന്നും ഇല്ലാത്തവനും തന്നെ അമ്മയ്ക്ക് എല്ലാവരും മക്കളെയാണ്. അവിടെ പോയ എല്ലാവരും വളരെ ശ്രദ്ധിക്കുന്നതാണ് സമർപ്പണാഭാവത്തിൽ അമ്മയടുത്ത് പോകണം. അമ്മയെ നമ്മൾ രാവിലെയോ ഉച്ചയോ രാത്രിയോ 3 നേരം തുളന്നത് പ്രധാനമല്ല. ഒരു നേരം നമ്മൾ ശരിയായിട്ട് അമ്മയെ ദർശനം നമുക്ക് ആവുന്ന പോലെ നമ്മൾ ദർശിക്കുന്നതാണ് പ്രധാനമാണ്. അങ്ങനെ ആ ഭാവത്തിൽ ദേവിയെ നമ്മൾ ദർശിക്കണം. ഒന്നും അഹങ്കാരത്തിൽ അവിടെയുള്ള സിസ്റ്റം എന്താ ഉണ്ടോ അത് നമ്മൾ ആ സിസ്റ്റത്തിൽ പോയിട്ട് ദർശനം ചെയ്താൽ ആ പരിപൂർണമായിട്ടുള്ള ഫലം ദേവി നമുക്ക് അനുഗ്രഹിക്കും. അതിൽ ഒരു സംശയമില്ല. അമ്മ പറഞ്ഞ പോലെ എന്നെ ആരാധന ചെയ്തവർക്ക് നിസ്സംശയമായിട്ട് ഞാൻ അനുഗ്രഹിക്കാനായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ദേവി അനുഗ്രഹം കിട്ടുന്നതിൽ ഒരു സംശയമില്ല, അങ്ങനെ പോയിട്ട് ദർശനം ചെയ്താൽ. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഐതിഹ്യമാല പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് ഭഗവതിയുടെ ത്രിമധുരത്തിന്റെ പ്രാധാന്യം. പ്രത്യേകിച്ചും അത് സേവിക്കുന്ന മലയാളികൾക്കായിട്ടുള്ള അതിന്റെ ഒരു ദേവിയുടെ അനുഗ്രഹ വൈഭവത്തിനെയൊക്കെ കുറിച്ച്. അപ്പൊ ദേവിയുടെ ആ ത്രിമധുര നൈവേദ്യത്തിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? അതെ, ത്രിമധുരം എന്നാൽ പ്രധാനപ്പെട്ട രാവിലെ അമ്മയ്ക്ക് വിശേഷമായിട്ടുള്ള ത്രിമധുരം നിവേദ്യം ചെയ്യും. അത് ശർക്കരം, പിന്നെ തേനു, പിന്നെ നെയ്യോ കൂട്ടി ചെയ്യുന്ന ത്രിമധുരമാണ്. ത്രിമധുരം എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഉത്പത്തിയായ എല്ലാ ഒരു ഔഷധി എന്നാൽ മറിഞ്ഞ് ഉള്ള ഒരു വസ്തുക്കളാണ്. ആ വസ്തുക്കൾ 3 ഭാവത്തിൽ അത് 3 ഗുണങ്ങൾ എന്നിട്ട് ഭാവം. കാളി, ലക്ഷ്മി, സരസ്വതി എങ്ങനെയോ അതേപോലെ വന്നിക്കുമ്പോൾ ത്രിഗുണാസ മഹാലക്ഷ്മി എങ്ങനെ മൂകാംബിക്കോ ആ പൂർണ്ണമായിട്ടുള്ള ആ അമ്മയെ സ്വീകരിച്ച നിവേദ്യം നമ്മൾ എടുത്താൽ പ്രധാനമായിട്ട് ഈ വാചാവികാര ദോഷങ്ങൾ എന്നിട്ട് വരും. മക്കളിക്ക് സംസാരത്തിൽ വരുന്ന തുടർന്നുകൾ, ബുദ്ധിമുട്ടുകൾ, പിന്നെ സംഗീത കലാകാരർക്ക് വേണ്ടിയ അനുഗ്രഹങ്ങൾ, അതെല്ലാം എടുക്കാൻ വേണ്ടി അമ്മയെ ആ നിവേദ്യം എടുത്താൽ വിശേഷമായിട്ട് അത് നിവേദ്യം ചെയ്ത ആ ത്രിമധുരം 48 ദിവസം കഴിച്ചാൽ ഏതു വിധമായിട്ടുള്ള ബാലഗ്രഹാദി ദോഷങ്ങൾ ഇല്ലെങ്കിൽ വാചാവികാര സംസാരത്തിലുള്ള ദോഷങ്ങൾ പിന്നെ ശരീരബാധകളെല്ലാം നിവൃത്തി ആവും എന്നിട്ടുള്ള ഐതിഹ്യ. അത് എത്രയോ ആൾക്കാർക്ക് ആയിട്ടുണ്ട്. അതാണ് ദേവി ത്രിമധുരത്തിന്റെ വൈശിഷ്ട്യം. മൂകാംബിക ദേവിയുടെ അർച്ചക സ്ഥാനീയരായിട്ടുള്ളവരുടെ
ആ ഒരു ഘടന അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നിട്ട്. കാരണം അങ്ങ് പറഞ്ഞല്ലോ, കുലവാലായ്മ വരുന്ന സമയത്ത് പ്രധാന അർച്ചകര്, കേരളീയ ഭാഷയിൽ പറഞ്ഞ മേൽശാന്തിയായിട്ടുള്ള പദവി. അപ്പോൾ പല കുടുംബങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആ ഘടനയെക്കുറിച്ച്, ആ സ്ഥാനങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിച്ച് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. മൂകാംബികയില് ഒരു 1000 വർഷം കൊണ്ട് എന്നാൽ ഒരു 940 ഇയേഴ്സ് കൊണ്ട് നമ്മൾ ഫാമിലി ഉണ്ട് എന്നിട്ടുള്ള ഒരു കണക്ക് നമുക്ക് കണക്ക് കിട്ടും. പണ്ടേ മൂകാംബിക ക്ഷേത്രത്തിൽ പൂജാവിധി വിധാനಗಳಿಗೆ തുടക്കമുണ്ടാവുമ്പോൾ ബനവാസി രാജന് കാശ്മീരത്തിലുള്ള അഹിച്ഛത്ര എന്നിട്ടുള്ള പ്രദേശത്തിനെ ഒരു പല ബ്രാഹ്മണക്കാരർ കൊണ്ടുവന്നു, ഈ പ്രദേശത്തിനെ കൊണ്ടുവന്നു. അതേ നമ്മൾ ഹവ്യക്സ് എന്ന് പറയുന്ന ഒരു സമുദായം, കമ്മ്യൂണിറ്റി. ബ്രാഹ്മണ സമുദായത്തിൽ ഹവിസ് കൊടുക്കുന്ന, പ്രധാനമായിട്ട് യജ്ഞത്തിൽ ഹവിസ് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മളതാണ് ഹവ്യക്സ് എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് രാജ മൂകാംബികയിലെ ഒരു വിങ്സ് നമ്മൾ അവിടെ പൂജയ്ക്ക് വേണ്ടി നമ്മൾ വന്നു. കുറേ സമയം നമ്മൾ ആ കുറേ സ്ഥലം നമ്മളടുത്ത് ഉണ്ടായിട്ട് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അത് കണ്ട് അടുത്തുള്ള ആ പ്രദേശത്തിൻ്റെ രാജ എന്നാൽ കെളതി സംസ്ഥാനം വന്നിട്ടുണ്ട് അവിടെ. ആ സംസ്ഥാനത്തിൻ്റെ രാജർ നമുക്ക് ആ അമ്പല 1142 ക്രിസ്തശക എന്നാൽ 1200 ഇസ്വി ആ സമയത്തിൽ നമുക്ക് ശാസന എഴുത് എന്നാൽ രേഖ എഴുത് കൊടുത്തു. നമ്മളെ കുടുംബത്തിന് എഴുത് കൊടുത്തിട്ട് അമ്പല പൂർണ്ണമായിട്ട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു. പൂജാതന്ത്ര പിന്നെ അമ്പലത്തിൻ്റെ സംരക്ഷണ കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ആയിട്ട് ആ മാനേജ്മെൻറ്റു പിന്നെ തന്ത്രസ്ഥാന മേൽശാന്തി സ്ഥാനം അതെല്ലാതും നമ്മൾ കുടുംബ ക്ഷേത്ര ബന്ധമായിട്ട് ഉണ്ടായ ക്ഷേത്രമാണ്. 1933 എന്നാൽ 1933 നമ്മളെ ഗ്രാൻഡ് ഫാദറിൻ്റെ അച്ഛൻ സൂര്യനാരായണ അടികൾ എന്ന് പറയുന്ന അദ്ദേഹം വളരെ കഷ്ടമായിട്ട് ഈ രഥോത്സവം ഇപ്പോൾ ഉള്ള എല്ലാ പൂജ ഒക്കെ ഉണ്ടായിരുന്നു. വരുമാനം കുറവായിരുന്നു. ആ സമയത്തിൽ വീട്ടിലുള്ള എല്ലാ സ്വർണങ്ങൾ അടവെച്ച് രഥോത്സവം ചെയ്ത് 2 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ കഷ്ടകാല വന്നു. ആ സമയത്തിൽ ഒരു പ്രത്യേക കമ്മിറ്റി വെച്ച് ഗവൺമെൻറ്റിനെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഒരു കമ്മിറ്റിയിൽ ഒരു മെമ്പർഷിപ്പ് വെച്ച് അങ്ങനെ ആഡളിത്ത മാത്രം എന്നാൽ അമ്പലത്തിൻ്റെ മാനേജ്മെൻറ്റ് മാത്രം വിട്ടുകൊടുത്തു. അന്ന് മുതൽ ഇതുവരെ ഇപ്പോൾ ഗവൺമെൻറ് ആയിട്ടുണ്ട്. 33 തുടങ്ങി ഇപ്പോൾ 26 ആയിട്ടുണ്ട്. അങ്ങനെ 24ാമത്തെ തലമുറയിൽ അവർ കൊടുത്തതാണ്. 24ാമത്തെ ജനറേഷൻ. ഇപ്പോൾ നമ്മൾ ഫാമിലിയിലുള്ള ഇപ്പോൾ പൂജ ചെയ്യുന്നവർ 30ാമത്തെ തലമുറ. അതിൽ 2 വിങ്സ് ഉണ്ട്. നമ്മൾ ദത്തെടുത്ത ഫാമിലി ഉണ്ട്, ಅವರು ശാന്തിക്കാരാണ്. നമുക്കു ഒരു നേര പൂജയുണ്ട്, അവർക്കും ഒരു നേര പൂജയുണ്ട്. അതിൽ 3 നേര രാവിലെ ഉച്ചയ്ക്ക് രാത്രി ശാന്തിയും തന്ത്രിയും ശാന്തിയായിട്ട് ഒരു നേര പൂജ ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ്. അത് എന്തിനെന്നാൽ ആ ക്ഷേത്രം നമ്മളതേ ക്ഷേത്ര പണ്ടേ ആയതുകൊണ്ട് നമ്മൾ മേൽശാന്തിയായിട്ടും തന്ത്രിയായിട്ടും 2 ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അത് ഒരു അന്യോന്യ ബന്ധുത്വം ഉണ്ടായിരുന്നു ആ സമയത്തിൽ നമ്മളെ കുടുംബത്തിൽ. അതും ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് നമ്മളെ ഫാമിലിക്ക് വന്ന് നമ്മളെ കുടുംബക്കാർ ആയവർക്കും ഇപ്പോൾ ഒരു നേര പൂജ ഉണ്ട്, നമുക്കും ഒരു നേര പൂജയുണ്ട്. വിശേഷത്തിൽ തന്ത്രിയായിട്ട് പട്ടേൽ ഫാമിലി എന്ന് പറയുന്ന നമുക്ക് തന്ത്രസ്ഥാനവും ഉണ്ട്. അങ്ങനെ രാവിലെ ഉച്ച രാത്രി ചെയ്യുന്നത് നമ്മൾ ഫാമിലിയാണ്. പിന്നെ വൈകുന്നേര നമ്മളെ ഫാമിലിക്ക് പൊലയൊക്കെ വന്നാൽ എല്ലാവർക്കും പൂജ ചെയ്യാൻ പറ്റുന്നില്ല. അതിനു വേണ്ടി അന്യഗോത്രത്തിൻ്റെ ഫാമിലിയെ കൊണ്ടുവന്ന്
1800 ഇസ്വി അടുത്ത ഇതിൽ മധ്യത്തിൽ അവർക്ക് പ്രദോഷ പൂജ ദാനമായിട്ട് എഴുതി കൊടുത്ത് ഇപ്പോൾ അവർ പ്രദോഷ പൂജ അർച്ചകരായിട്ട് നിത്യ വൈനരത്തെ പൂജ ചെയ്യൂ. അല്ലാണ്ട് നമുക്ക് പൊലവൊക്കെ വരുമ്പോൾ വാലയാമം എല്ലാം വരുമ്പോൾ നമ്മൾ പൂജയും ചെയ്തു കൊടുക്കുന്ന കാര്യം അവർ ചെയ്യും. ഇങ്ങനെ നമ്മളെ ക്ഷേത്രത്തിൽ തന്ത്രി മേൽശാന്തി പിന്നെ ശാന്തിക്കാർ എല്ലാവരും ഒന്നിച്ച് 4 സമയത്തിൻ്റെ പൂജ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടുണ്ട്. ഇപ്പോൾ ഞാൻ 30ാമത്തെ തലമുറ നമ്മളെ ഫാമിലിയിൽ. അങ്ങനെ ക്ഷേത്രത്തിനെ പിന്നെ അമ്പലത്തേക്കും നമുക്കും ഉള്ള ഒരു ബന്ധമാണ്. പിന്നെ പരിചാരകരുണ്ട്, അവർ മൂർത്തിധാരകരെന്ന് പറയും. അവർ 4-5 തലമുറയായിട്ടുണ്ട്. പിന്നെ എല്ലാ ചുത്തമ്പലുകളിക്കും അധികാരികളുണ്ട്, പൂജാവകാശമുള്ളവരുണ്ട്. അവരെല്ലാം പുരോഹിതന്മാർ എന്നിട്ട് പറയൂ. അവരെല്ലാം അവരവರ കാര്യം ചെയ്യും. നിവേദ്യക്കാരുണ്ട്. എല്ലാം പാരമ്പരികമായിട്ട് പണ്ടേക്കാർ ചെയ്ത് വെച്ചിട്ടുണ്ട് സിസ്റ്റം. ആ സിസ്റ്റം പോലെ ഇപ്പോൾ പോയിക്കൊണ്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ആ സിസ്റ്റത്തിലേ പോയിക്കൊണ്ടുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിലെ ഉപദേവതാ സങ്കല്പങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഉപദേവതകളെന്നാൽ പ്രധാനപ്പെട്ട വീരഭദ്രസ്വാമിയാണ്. അത് ഋഷിപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഈ ചന്ദന വൃക്ഷത്തിൻ്റെ 5 അടി വിഗ്രഹമാണ് വീരഭദ്രസ്വാമിയ വിഗ്രഹം. 5 അടി 5 ഫീറ്റ് ഉള്ള ഒരേ വൃക്ഷത്തിൻ്റെ വിഗ്രഹമാണ് അത്. അത് ഇതുവരെ ആര് പ്രതിഷ്ഠ ചെയ്തതെന്നിട്ട് അറിയില്ല. ഒരു കണക്ക് 600 വർഷം മുന്നേ അതായതെന്നിട്ടുള്ള ഒരു കണക്കാണ്. ആ വിഗ്രഹം ചന്ദന റെഡ് സാൻഡലിൻ്റെ വൃക്ഷത്തിൻ്റെ വിഗ്രഹമാണ്. ആ രൂപത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീരഭദ്രസ്വാമിയ ഒരു വിഗ്രഹം എവിടെയോ ലോകത്തിലില്ല. അത്ര ഗംഭീരമായിട്ടുള്ള രുദ്രം രൗദ്രാവതാരം എന്നിട്ട് ആ ധ്യാനത്തിൽ വരുന്ന പൂർണ്ണ സ്വരൂപനാണ്. അങ്ങനെ ആ വീരഭദ്രസ്വാമി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ രക്ഷകനാണ്. അമ്മയ ക്ഷേത്രഭാഗത്തിൻ്റെ രക്ഷകനായിട്ട് പാലകനായിട്ട് വീരഭദ്രസ്വാമി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കൊടിമരത്തിൻ്റെ വലത്തിൽ സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. അതായിട്ട് സരസ്വതി മണ്ഡപ. അതായിട്ട് അമ്മയ നൈಋತ್യ ഭാഗത്തിൽ പ്രാണലിംഗേശ്വരനുണ്ട്. അത് കഴിഞ്ഞിട്ട് പാർത്ഥേശ്വരനുണ്ട്. അതായിട്ട് പഞ്ചമുഖ മഹാഗണപതി എന്ന് പറയുന്ന ശില, പ്രകൃതിയിലെ കിട്ടിയ 5 കൈകൾ ഗണപതി ഭാവമുള്ള ഗണപതി ഉണ്ട്. പഞ്ചമുഖ മഹാഗണപതി. 5 കൈ അല്ല, മുഖങ്ങൾ. 5 മുഖങ്ങളുള്ള പ്രകൃതിശിലയായിട്ടുള്ള ഗണപതിയ സാന്നിധ്യ. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമൗളേശ്വര അമ്പലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ನಂಜುಂಡೇಶ್ವರ സ്വാമി അമ്പലമുണ്ട്. ನಂಜುಂಡೇಶ್ವರನಿക്ക് നന്ദിയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആഞ്ജനേയ സ്വാമി, വീരാഞ്ജനേയ സ്വാമി, വളരെ മനോഹരമായിട്ടുള്ള രൂപം, ആഞ്ജനേയ സ്വാമി രൂപം, ആ സാന്നിധ്യം. അത് കഴിഞ്ഞിട്ട് വെങ്കട്ടരമണ സ്വാമി സാന്നിധ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മയ എടത്തി ഭാഗത്തിൽ ക്ഷേത്രപാലന ശിവേലി ബലിക്കല്ലുണ്ട്, ക്ഷേത്രപാല. അതിൻ്റെ മുന്നിൽ വൃന്ദാവന ഗോപാലകൃഷ്ണ എന്നിട്ട് തുളസി വൃക്ഷത്തിൻ്റെ ഒരു ഗോപാലകൃഷ്ണ ചെറിയ ഇത് കൊച്ചി അമ്പലമുണ്ട്, ചെറിയ അമ്പലമായിട്ട്. അങ്ങനെ അമ്പലത്തിൻ്റെ ബന്ധമായിട്ട് പുറത്ത് രഥബീതിയിൽ ഒരു സൈഡിൽ ബലമുറി ഗണപതി എന്നിട്ടുണ്ട്. ബലമുറി ഗണപതി എന്നാൽ ചൊണ്ടിൽ വലത്തി ഭാഗത്തിലുള്ള വിശിഷ്ടമായിട്ടുള്ള ശക്തി ഗണപതി. അത് കാശിനെ നമ്മൾ പൂർവികർ കൊണ്ടുവന്ന് പ്രതിഷ്ഠ ചെയ്ത അമൃതശില വിഗ്രഹമാണ് അത്, ബലമുറി ഗണപതി എന്നിട്ട്. പിന്നെ അമ്മയ ബാക്ക് സൈഡിൽ പശ്ചിമദ്വാരത്തിൻ്റെ പുറത്ത് ചൗടി, യക്ഷി, പിന്നെ ബ്രഹ്മലിംഗേശ്വര എന്നിട്ടുള്ള സാന്നിധ്യമുണ്ട്. ചൗടി അമ്പലം എന്നിട്ട് പറയുന്നു. അന്നദാനത്തിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ അടുത്തുണ്ട് അത്. പിന്നെ പക്കത്തിൽ നാഗസാന്നിധ്യമുണ്ട്. ഇനി അമ്പലത്തിൻ്റെ ബന്ധപ്പെട്ട് പുറത്ത് ബസ് സ്റ്റാൻഡിൻ്റെ കുറച്ച് ബാക്ക് സൈഡിൽ
വർണ്ണ വഴിയിലേക്ക് കിട്ടും. അത് സിദ്ധേശ്വര ക്ഷേത്ര എന്നിട്ടുണ്ട്. അത് വളരെ വിശേഷമായിട്ടുള്ള ക്ഷേത്ര. അമ്മയെ അസുരനെ സംഹാര ചെയ്യുമ്പോൾ അമ്മയ മൈലി വന്ന ഒരു വെള്ള താഴെ വീണ്ടിട്ട് ആ വെള്ള പാതാളത്തിൽ പോയിട്ട് പാതാള ഗംഗ ഉദ്ഭവിച്ച തീർത്ഥമുള്ള ക്ഷേത്ര. അത് ശുക്ല തീർത്ഥ എന്നിട്ട് പറയുന്നു. ശുക്ല മഹാമുനികൾ അവിടെ തപസ് ചെയ്ത് ഈശ്വരന പ്രത്യക്ഷപ്പെട്ട ക്ഷേത്ര എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്. അത് ആർക്കും അറിയില്ല. അവിടെ അത് റോഡ് സൈഡേ ഉള്ള ക്ഷേത്രമാണ് ഈശ്വര ക്ഷേത്ര. വളരെ മനോഹരമായിട്ടുള്ള പ്രദേശത്തിലുണ്ട് അത് ഈശ്വര ക്ഷേത്ര. ഇങ്ങനെ ഇത് കൊല്ലൂരിലുള്ള അമ്പലത്തിനെ സംബന്ധിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ. അതല്ലാണ്ട് കുട്ടച്ചാതിരി. കുട്ടച്ചാതിരി അത് 60 കിലോമീറ്റർ ഉണ്ട്. ഇങ്ങനെ പരിവാര ദേവതകൾ അമ്മയ്ക്ക്. അടുത്തത് ചോദിക്കാനുള്ളത് കുടജാദ്രി ശൃംഖങ്ങളെ കുറിച്ചിട്ടാണ്. ആചാര്യസ്വാമികൾക്ക് ഭഗവതി ആദ്യം ബോധത്തിൽ തെളിഞ്ഞു, ആ സാന്നിധ്യം കണ്ടു എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കുടജാദ്രി, ആ സ്ഥാനത്തിനെ കുറിച്ച് ക്ഷേത്രത്തില് വന്ന് തൊഴുതതിന് ശേഷം കുടജാദ്രിയിലേക്ക് കയറി അവിടുത്തെ ചൈതന്യത്തിനെയും കൂടെ വണങ്ങേണ്ടതിന്റെ പ്രാധാന്യം ഒന്ന് പറഞ്ഞു തരാമോ? ഈ കുട്ടച്ചാതിരി എന്നാല് ആഞ്ജനേയ സ്വാമിയും സഞ്ജീവനി പർവ്വതം എടുത്തു പോകുമ്പോൾ താഴേക്ക് വീണ്ട ഒരു പ്രദേശമാണ്. അത് ആ കൊല്ലൂരിന്റെ പ്രദേശത്തിൽ താഴെ വീണ്ട ഒരു പർവ്വതമാണ്. അത് സഞ്ജീവിനി പർവ്വതത്തിന്റെ ഒരു അംശം. അങ്ങനെ ആ കുട്ടജ എന്ന പേര് വന്നത് അവിടെ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന കുട്ടജ മറിഞ്ഞു ഉള്ളത് കൊണ്ട് കുട്ടജ പർവ്വത എന്നിട്ട് പേര് വന്നിട്ടുണ്ട്. കുട്ടച്ചാദ്രി എന്നിട്ട്. ഇപ്പോഴും അവിടെ 64 ദിവ്യ മറിഞ്ഞുകൾ ഉണ്ട് അവിടെ. അത് കിട്ടിയിട്ടുണ്ട്, ചില വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ കുട്ടജ പർവ്വത പിന്നെ മൂകാംബിക അത് പ്രത്യേക അല്ല, രണ്ടും ഒന്നെയാണ്. ആ കുട്ടജ പർവ്വത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ശ്രീചക്രം എന്ന് നിങ്ങൾ കണ്ടാല് ശ്രീചക്രത്തിന്റെ മേറുഭാഗം അത് കുട്ടജം, ഇത് സാണുഭാഗം കൊല്ലൂർ. അത് രണ്ടും പ്രത്യേക അല്ല. ഇപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് താലൂക്ക് വൈസ് വേറെ ആയിട്ടുണ്ട്. പക്ഷെ സർവജ്ഞപീഠ മൂകാംബിക ഇപ്പോഴും സർവേ നമ്പർ 1 ആണ്. സർവേയിൽ ലാൻഡ് സർവേയിൽ സർവേ നമ്പർ 1 ആണ്. ആദിശങ്കർ അവിടെ സ്ഥാപിച്ച സർവജ്ഞപീഠ, സർവജ്ഞനായ ആദിശങ്കർ സർവജ്ഞപീഠം സ്ഥാപിച്ചു. ആ പ്രദേശം കൊല്ലൂർ ഒരേ സർവേ നമ്പറാണ്. അത് വേറെ അല്ല, ഇത് വേറെ അല്ല. ആ സർവജ്ഞപീഠത്തിൽ അമ്മയ ഒരു അംബാവനം വന്നിട്ടുണ്ട്. അമ്മേ നമ്മൾ പണ്ടേക്കാർ പറയുന്നതുണ്ട്, അമ്മേ അമാവാസ പൗർണമിക്കല്ല ഗണങ്ങൾ കൊണ്ട് ഉത്സവത്തിൽ പോകും അവിടെ എന്നിട്ട്. അങ്ങനെ അമ്മയെ ഒരു പ്രദേശമാണ് അത് കുടച്ചാതിരി എന്ന് പറയുന്നത്. അതിനെ ആദിശങ്കർ അവിടെ തപസ് ചെയ്തു സ്വയംഭൂയെ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ചൈതന്യം കണ്ടിട്ട് താഴെ വീണ് അമ്മയെ ദർശനം ചെയ്തു എന്ന ഐതിഹ്യം. ഈ പ്രദേശത്തിൽ ഉഗമമായിട്ട് വരുന്ന നദി സൗപർണിക്കാണ്. അത് സുപർണ എന്ന് പറയുന്ന ഗരുഡന് അവിടെ തപസ് ചെയ്തത് കൊണ്ട് സൗപർണിക എന്ന് പേര് വന്നിട്ടുണ്ട്. ഇത് കുടച്ചാതിരിയ ഒരു വൈശിഷ്ട്യം. ഒരുപാട് സന്തോഷം. ഭഗവതിയെ കുറിച്ച്, ഭഗവതിയുടെ ക്ഷേത്ര അങ്കണത്തിലെ നിത്യവിധാനങ്ങളെ കുറിച്ചും ഇതൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് തന്നെ വളരെ വലിയ സന്തോഷമായിരിക്കും എല്ലാവർക്കും. അപ്പൊ അങ്ങനെ ഒരു അനുഗ്രഹം എല്ലാവർക്കും വേണ്ടിയിട്ട് തന്ന അങ്ങേക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അത് കേട്ട് ദേവീനെ വീണ്ടും വീണ്ടും വന്ന് കാണാനും ഉള്ളില് ദേവി എല്ലാവർക്കും പ്രകാശിക്കട്ടെ. അപ്പോ നമസ്തേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമസ്കാരം.